K.M. ജോർജിന്റെ അച്ഛൻ്റെ ചിത്ര പ്രദർശനം ഇന്ന് കോട്ടയത്തെ പ്രബുദ്ധരായ പൗരമുഖ്യരുടെയും മറ്റ് ലൈബ്രറിയുടെ സ്നേഹിതരും അഭ്യുദയകാംക്ഷികളുമായ റെപ്രസെൻറ്റേറ്റീവ് ഗ്യാതറിങ്ങിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുകയാണ്. And we are extremely proud and happy that we could have the presence of Professor Dr. Roland Lerner from Bangalore coming to this place only for this function out of great regard to K.M. George Achan. ഞാൻ ഒരു ഫോർമലായിട്ട് എല്ലാവരെയും അഡ്രസ്സ് ചെയ്ത് തുടങ്ങാൻ ആവശ്യമുണ്ടെന്ന് അറിയാൻ പാടില്ല. K.M. ജോർജ് അച്ഛന് ഏതായാലും അന്ന് എന്നോട് എന്നെ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞത് ഇങ്ങനെ നമുക്കൊരു ചിത്രപ്രദർശനം നടത്തണം. ഞാൻ പറഞ്ഞത് അച്ഛൻ്റെ ആയിട്ട് നടത്തല്ല, അത് ഞങ്ങളുടെ ആയിട്ട് നടത്താം. അച്ഛനെ പണം വെച്ച് കൊണ്ട് തന്നാൽ മതി, പിന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു പിന്നൊന്നും ചെയ്യണ്ട. ഞാൻ പറയില്ല, നമുക്കൊരു മീറ്റിംഗ് വേണ്ടായോ? ഒരു ചെറിയ മീറ്റിംഗ് വേണം. അപ്പം ഞാൻ പറഞ്ഞു അതിനടുത്ത് ചിത്രധാര മിനി സ്റ്റുഡിയോ, മിനി തിയേറ്റർ എന്ന് പറഞ്ഞ അതിഗംഭീരമായ ഒരു ഓഡിറ്റോറിയം ഞങ്ങൾ ഈ അടുത്തിടെ അടൂർ ഗോപാലകൃഷ്ണൻ വന്ന് ഉദ്ഘാടനം ചെയ്തതാണ് ഈ മിനി തിയേറ്റർ. അപ്പോൾ അവിടെ വെച്ച് നടത്താമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറയും അത് വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു 10-30 പേരെ വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ പടം ഇരിക്കുന്നതിനകത്ത് വെച്ച് തന്നെ സാധാരണ എങ്ങനെ ഞങ്ങൾ ചെയ്യാറുള്ളത്, ആരെങ്കിലും എക്സിബിഷൻ വരികയാണെന്ന് വരിയിൽ ആ പടത്ത് ഇരിക്കുന്ന ആ സ്ഥലത്ത് നടുക്കോട്ട് കുറച്ച് കസേരകളിട്ട് അവിടെ ഇരുന്ന് ഇതൊക്കെ നടത്തും. അത് മതിയെന്ന് പറഞ്ഞു. ഞാനിന്നിപ്പോൾ വൈകുന്നേരം വന്നപ്പോഴത്തേക്കൊണ്ട് ഇത് ഇങ്ങോട്ട് മാറ്റിയെന്ന് പറഞ്ഞു. അച്ഛനതിന് അവകാശമുണ്ട് ഇവിടെ പറയാൻ, കാര്യം അതേ രീതിയിലുള്ള ബന്ധങ്ങളാണ് ഞങ്ങൾ തമ്മിലുള്ളത്. പക്ഷെ ഇപ്പോൾ അവിടെ കുറച്ച് പേര് നിൽക്കുക എന്നുള്ളത് പുറയിൽ. അപ്പം ഒരുപക്ഷെ KPS പോലെ ഒരു ഹോളിൽ വെച്ച് നടത്തേണ്ടതായിരുന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. കുഡ് ഹാവ് ബീൻ മോർ ഗ്രാൻഡ് ആൻഡ് ഓൾസോ അപ്രോപ്രിയേറ്റ്. ഏതായാലും ഞാനിപ്പം ഐ ആം വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺസ് ഇൻ കോട്ടയം. കാരണം 142 കൊല്ലമായ കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ കാര്യം പറഞ്ഞതിൽ 42 വർഷം അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുക എന്നുള്ള അസുലഭമായ ഒരു പദവി ഞാൻ ഇങ്ങനെ സന്തോഷിക്കുമ്പോൾ അതിൽ ഇത്ര പ്രൗഢമായ ഒരു ഗ്യാതറിങ്ങോടുകൂടി ഇതുപോലുള്ള മീറ്റിങ്ങുകൾ ഇവിടെ നടക്കുന്നു. അപ്പോൾ ആലോചിച്ച് വന്നപ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ ചില ഘട്ടങ്ങൾ ഞാൻ ആലോചിക്കുകയായിരുന്നു. ഒരു 15 വർഷം മുമ്പ് ഇവിടെ ആരോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് കേട്ടു, പുസ്തകം കൊടുക്കുക, പുസ്തകം വാങ്ങി തിരികെ ഷെൽഫിൽ വെക്കുക. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ 1, 2, 3 കാലിക പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള മീറ്റിങ്ങുകൾ നടക്കുക. ഇതായിരുന്നു ഇവിടെ 130 വർഷവും നടന്നുകൊണ്ടിരുന്നത്, 125 വർഷം. എന്നാൽ അതിനുശേഷം ഒരു മാറ്റം വന്നതിനകത്ത് ഓരോന്ന് ഞങ്ങൾ കൂട്ടിച്ചേർക്കാൻ തുടങ്ങി. അതിലെ കൂട്ടിച്ചേർത്തതിൽ ഒന്നാണ് വിശ്വോത്തര ശില്പിയായ കാനായി കുഞ്ഞിരാമനെ 5 കൊല്ലത്തെ എൻ്റെ നിരന്തരമായ ശ്രമത്തിൻ്റെ ഫലമായി ആദ്യമൊക്കെ ചെല്ലുമ്പം ഞങ്ങളെ ഐ വാസ് ഓൺലി ഹാവിങ് എ കാഷ്വൽ മീറ്റിംഗ് വിത്ത് ഹിം ബിക്കോസ് നോബഡി ഹാഡ് ഇൻട്രൊഡ്യൂസ്ഡ് അസ്. നളിനി ചേച്ചി ഒരു കപ്പ് ടീ തരും, ദാറ്റ് വാസ് ഓൺലി റിസപ്ഷൻ.
വിച്ച് വാസ് ഗിവൺ ടു മീ. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് കോട്ടയത്തിലൊന്നും വരാൻ നിർത്തിയില്ല. ഞാൻ പറഞ്ഞില്ല, അങ്ങയുടെ ഒരു ശില്പം അവിടെ ഈ പ്രതി തിരുവിതാംകൂറിലെങ്കും ഇല്ല, കോട്ടയത്തിൽ എങ്കുമില്ല. ശില്പം എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ പി ടി ചാക്കോ സ്റ്റാച്യു, പിന്നെ ഈ ബെഞ്ചമിൻ ബേരിയൊക്കെ കാണിക്കും. എന്നാൽ അത് രണ്ട് നിർജീവങ്ങളാണ്, അതിന് സംസാരിക്കാൻ ശേഷിയില്ല. അത് പ്രതിഭകളാണ്. ശില്പം എന്ന് പറഞ്ഞാൽ ശില്പം വിൽ ബി ഗിവിംഗ് എ മെസ്സേജ് ടു ഓൾ പീപ്പിൾ ഫോർ ഓൾ ടൈം, നോട്ട് ഫോർ ഓൾ ടൈം ബട്ട് ഫോർ അൺബോൺ ജനറേഷൻസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഗതിയാണ് ശില്പം. അത് ചെയ്യുന്നതിന് ആരാന്ന് ഞാൻ തിരക്കി. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ പറ്റി ഒന്നും അറിയാൻ പാടില്ല. ഞാൻ പലപ്പോഴും യക്ഷി പോയി കണ്ടിട്ടുണ്ട്, സാഗരകന്യ തിരുവനന്തപുരത്ത് കണ്ടിട്ടുണ്ട്, ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ ഒരു പരിചയമില്ല. അപ്പോൾ നേരെയൊക്കെ എല്ലാം വിചാരിച്ചു. തിരുവനന്തപുരത്ത് അങ്ങനെ അനേകം പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ നളിനി ചേച്ചി എന്നോട് പറഞ്ഞു, അല്ല എന്നോടല്ല പറഞ്ഞത്, അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കതങ്ങ് കോട്ടയത്ത് പോയി ചെയ്യാം. ഇത് എത്ര പ്രാവശ്യമായി ഇവിടെ ഒന്ന് പറയുന്നു, പ്രാവശ്യം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ. അപ്പോൾ ആരെങ്കിലും ലോകത്തിൽ ഒരാൾ പറഞ്ഞാൽ കേൾക്കുമെങ്കിൽ എന്ന് നളിനി ചേച്ചി പറഞ്ഞാൽ മാത്രം കേൾക്കത്തുള്ളൂ. മറ്റാരെ ഞാൻ ഒന്നും പറയുന്നില്ല. ഏത് ശക്തനായ ഭരണാധികാരി എന്ന് പറഞ്ഞാലും അതുപോലെ മറ്റു രീതിയിലുള്ള ആളുകൾ പറഞ്ഞാലും ഒന്നും കേൾക്കത്തില്ല. അദ്ദേഹത്തെ അങ്ങനെയൊന്നും പോയി നമ്മൾ പിന്നെ കൊണ്ടുവരാനും വരാനും എന്നുള്ള രീതിയിൽ ഒരു മനസ്സ് കാണിക്കത്തില്ല. ഏതായാലും ഞാനിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ് അതിനകത്ത് എന്നോട് ചോദിച്ചു, അവിടെ അതിനുള്ള സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞു 3 ഏക്കർ സ്ഥലം കോട്ടയം ടൗണിൻ്റെ നടുക്ക്, ശാരീര സുന്ദരമായ, പ്രകൃതി സുന്ദരമായ, സസ്യശ്യാമളമായ ഒരു പ്രദേശം ഞങ്ങൾ കോട്ടയത്തിൻ്റെ ലങ്സായിട്ട് കാത്തു സൂക്ഷിക്കുകയാണ്. 4000 പേർക്ക് 1 ഏക്കർ ഓപ്പൺ സ്പേസ് വേണമെന്നാണ് ശാസ്ത്രപ്രകാരമുള്ള വിധി. അതിൽ കൂടുതൽ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സ്ഥലമാണ്. ഒന്ന് നോക്കിക്കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞത് ശരിയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ തുടങ്ങിയതാണ്. ഇതോടുകൂടി ഞങ്ങൾ ഓരോന്ന് കൂട്ടിച്ചേർക്കാൻ തുടങ്ങിയ കൂട്ടത്തിൽ പിന്നെ കൂട്ടിച്ചേർന്നതാണ് ആർട്ട് ഗാലറി. ആർട്ട് ഗാലറി ഇവിടെ അതിന് മുമ്പൊന്നും ഉണ്ടായിരുന്നു. അത് തുടങ്ങിയത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ലെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ വിശ്രുതനായ ഒരാളാണ്. പേര് പറഞ്ഞാൽ അദ്ദേഹത്തിന് ക്ഷീണം വരും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിന്ന് പോവുകയും ഇടയ്ക്കിടയ്ക്ക് ഒരു പിന്നെ പ്രദർശനം നടക്കുകയൊക്കെ ചെയ്ത് അതുകൊണ്ട് നിർജ്ജീവമായിട്ടൊക്കെ പോയി. കോട്ടയത്ത് ആർട്ട് ഗാലറി ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് പറയാതിരിക്കാൻ ഒക്കത്തില്ല. I have to confess that but for his great efforts, this art gallery would not have been possible. K.A. Francis എന്ന് പറയുന്ന ആള് എൻ്റെ ദീർഘകാല സുഹൃത്താണ്. അദ്ദേഹം മലയാള മനോരമയിൽ നിന്നും ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കലാപ്രവർത്തനം മാത്രമായിട്ട് നിൽക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് ദിവസവും ഒന്ന് കാണും. ഒരു 3 മാസം എല്ലാ ദിവസവും കണ്ടിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് ആ ഗാലറി ഒന്ന് പുനരുദ്ധരിക്കണം. അവിടെ ചിത്ര പ്രദർശനങ്ങൾ ഭംഗിയായിട്ട് ദിവസവും നടത്തുന്ന രീതിയിൽ ഞാനത് ഇടപെടി തരാം. അപ്പോൾ ഈ ഉദയനും ഒക്കെ ഉണ്ട് കൂട്ടത്തിൽ, ഇല്ലേ ഉദയ ഉണ്ട്. അപ്പം വന്നു കഴിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പിന്നെ ഫ്രാൻസ് വലിയ ചിലവ് വരുന്ന, അല്ല ചിലവ് വരുന്നതിന് ഇപ്പം എന്നാ കുഴപ്പം, അത് പബ്ലിക് ലൈബ്രറി വിചാരിച്ചാൽ ഞാൻ പറഞ്ഞാട്ടെ ഈ ശില്പത്തിന് 65 ലക്ഷം രൂപയോ ആയ കാര്യമൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊക്കെ പബ്ലിക് ലൈബ്രറി കടമേടിച്ചൊന്നുമല്ല, ഇവിടുത്തെ സ്വന്തം പണമാണ്. അവരെന്നാ തുടങ്ങാമെന്ന് പറഞ്ഞു. ഏതാണ്ട് ഒരു 20 ലക്ഷം രൂപയ്ക്ക് ഈ ഗാലറി തീർത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീലിംഗ് ഇതൊക്കെ പൊങ്ങിയാണ് സീലിംഗ് എന്ന് താത്തും ശരിയായ രീതിയിലുള്ള വെളിച്ചം, പ്രകാശം നല്ലവണ്ണം ഈ പറയുന്ന ഈ ആർട്ട് ശേഖരത്തിന് പതിക്കുന്ന രീതിയിലുള്ള ആംഗിളുകളുണ്ട്, അതിന് തക്ക രീതിയിലുള്ള ലൈറ്റുകളുണ്ട്. ഇതെല്ലാം ആധുനിക സംവിധാനങ്ങളാണ്. ഭിത്തി മുഴുവൻ ഇതേ രീതിയിലാക്കി. പിന്നെ അതിനുശേഷം തറ ശരിയാക്കി, എയർ കണ്ടീഷൻ ചെയ്തു. എല്ലാം കൂടെ 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ, അത് 20 ലക്ഷത്തോളം വരും. എയർ കണ്ടീഷൻ കയറി വരുന്ന സ്ഥലത്തെ പരിഷ്കാരങ്ങളും എല്ലാം ചേർത്ത്. ഇതിൻ്റെ ഉദ്ഘാടനം ഞാൻ നിർബന്ധമായി എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു, അത് മറ്റാരുമല്ല, കാനായി കുഞ്ഞിരാമൻ സാറ് തന്നെ വരണം. ഞാൻ വിളിച്ചു പറഞ്ഞു. ഇതിൽ കൂടുതൽ സന്ദേശം അദ്ദേഹത്തിന് ഉണ്ടാകില്ല. അത് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ, വേറെ സന്തോഷിക്കാൻ കാര്യങ്ങൾ പിന്നെ വരുന്നു. ഞാൻ വരാമെന്ന് പറഞ്ഞു.
വന്ന് ഈ ആർട്ട് ഗാലറി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശില്പി, ഇന്ത്യയിലും അല്ലെങ്കിൽ ലോകം മുഴുവൻ എടുത്താൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഇൻ ദ വേൾഡ്. അങ്ങനെ ഒരു ശില്പി വന്ന് ഇത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ സഹപ്രവർത്തകർ നേരത്തെ പറഞ്ഞു, ഞാൻ ഐ എം ഗോയിങ് ടു ഡിക്ലെയർ ഇറ്റ് ദ നെയിം ഓഫ് കനായി കുഞ്ഞിരാമൻ ആർട്ട് ഗാലറി. അദ്ദേഹം അറിഞ്ഞില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഒന്ന് നോക്കിയതിന് ശേഷം ഒന്ന് കണ്ണ് അടച്ച് ഇങ്ങനെ ഒരു നിമിഷം നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് പറഞ്ഞു, എന്നോടല്ല ഇത്ര സ്നേഹം. ഞാൻ ഇത്രയും നാൾ കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിച്ചിട്ട് ആരും ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ല. അത് യു ആൻഡ് യുവർ പബ്ലിക് ലൈബ്രറി നിങ്ങൾ രണ്ടുപേരും ചെയ്യുകയാണ്. ആ സന്തോഷം എന്ന് പറയുന്നതല്ല, എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്നത് വീണ്ടും അനുഭവിക്കുക ഒന്നുകൂടെ. അതും പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കോട്ടയത്തെ അതിപ്രധാനമായ രംഗങ്ങളിലെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അച്ഛന്മാർ, ഇവിടുത്തെ എല്ലാ സഭയിലെയും പ്രഗത്ഭരായ അച്ഛന്മാർ വന്ന് ഇതിൽ പങ്കെടുക്കുന്നു. അതുപോലെ ധാരാളം വനിതാ രക്തങ്ങൾ വന്ന് പങ്കെടുക്കുന്നു. അപ്പം അങ്ങനെ ഒരു ഇവിടെ വെച്ച് ഈ കനായി കുഞ്ഞിരാമൻ സാറ് ഇനോഗ്രേറ്റ് ചെയ്ത ഈ ആർട്ട് ഗാലറിയിൽ KM ജോർജ് അച്ഛൻ്റെ ചിത്ര പ്രദർശനം. KM ജോർജ് അച്ഛൻ എനിക്ക് തോന്നുന്നത് കേരളത്തിലും ഇന്ത്യയിലും ആളുകൾക്ക് അറിയാവുന്നതിൽ കൂടുതൽ അറിയാവുന്നത് ഓസ്ട്രിയയിലും ജർമ്മനിയിലുമാണ്. മാഡം KM ജോർജ് അച്ഛൻ ഈസ് known very well in Germany and Austria, more than what we do in Kerala. He is appreciated there. ഞാനതിന് സാക്ഷിയാണ്. ഞാൻ എക്യുമെനിക്കൽ ടൂറിന് ജർമ്മനി വഴിയും ഓസ്ട്രിയ വഴിയുമൊക്കെ പോയപ്പോൾ മാർപ്പാപ്പയെ കണ്ടതിന് ശേഷമാണ് അവിടെ പോകുന്നത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഓസ്ട്രിയയിൽ വിയന്ന എന്ന് പറയുന്നത് അവിടുത്തെ ആഢ്യന്മാരായ ജർമ്മൻകാരുടെ തലസ്ഥാനമാണ്. അഡോൾഫ് ഹിറ്റ്ലർ വാസ് ഓൺലി എ കോർപ്പോറൽ ഇൻ ദാറ്റ് പ്ലേസ്. അതുപോലെ വലിയ വലിയ രാജകുടുംബങ്ങൾ, ആദിപ്രഗത്ഭന്മാരായ ആളുകൾ, സർജറിയുടെ ഏറ്റവും പ്രധാന സ്ഥലം, ആർട്ടിൻ്റെ പ്രധാന സ്ഥലമൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ ചെന്ന് ഞങ്ങൾ വൈകുന്നേരം ഡിന്നറിന് അവിടുത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഉള്ളപ്പോഴത്തേക്ക് അവരുടെ പ്രധാന ആൾക്കാർ രണ്ടുപേര് എക്യുമെനിക്കൽ പ്രവർത്തനങ്ങളുടെ ചോദിച്ചു, ഫ്രം വിച്ച് പ്ലേസ് ആർ യു? I said, I am from Kerala, the southernmost place in India, and a place called Kottayam. I come from Kottayam. Then you must be knowing Dr. Kundatra. I mean, Dr. Kundatra, I have no idea. No idea. I mean, there must be some other name. Yes, his full name you mean? Yeah, yes, full name. KM ജോർജ്. എനിക്ക് ഇതുപോലെ അതിശയം ഉണ്ടാകില്ല. ഓസ്ട്രിയയിൽ വിയന്നയിൽ നടക്കുന്ന കാര്യമായി പറയുന്നു. അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സാഹിബിനെയും പറയാൻ വാക്കുകളില്ല. ഗ്രേറ്റ് സ്കോളർ, പിന്നെ ഈസ് എ ഫിലോസഫർ എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള രീതിയിലുള്ള ഈ വിശ്വവിശ്രുതമായ പ്രശസ്തിയുള്ള KM ജോർജ് ചിത്രകാരനാണെന്നുള്ളതിൻ്റെ വലിയൊരു അനൗൺസ്മെൻ്റ് ഇന്നിവിടെ അക്ഷരനഗരിയിൽ നടക്കുകയാണ്. പലർക്കും അറിയാം, പക്ഷെങ്കിൽ ഭൂരിപക്ഷം ആളുകൾക്കും അറിയാൻ പാടില്ലാത്തൊരു സംഗതിയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മധ്യകാല യൂറോപ്പിലെ റെനൈസാൻസ് നടക്കുമ്പോൾ ഫ്ലോറൻസ് എന്ന് പറഞ്ഞൊരു കൊച്ചു പട്ടണമുണ്ട്. ഏതാണ്ട് കോട്ടയത്തിനേക്കാൾ ഒരു അല്പം കൂടെ വലുതായിരിക്കും. ആ പട്ടണത്തിലാണ് ലിയനാർഡോ ഡാ വിഞ്ചിയും ബോട്ടിച്ചെല്ലിയും സെല്ലീനിയും ഒക്കെ ഒരേ കാലഘട്ടത്തിൽ ഏതാണ്ട് ജീവിച്ച് വളർന്നു വന്നത്. ഇവരെല്ലാം കൂടി ചെയ്തിട്ടുള്ള കലാപ്രവർത്തനം എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. ഇപ്പം കോട്ടയം പബ്ലിക് ലൈബ്രറി ഹാസ് ബിക്കം ദ ഹബ് ഓഫ് കൾച്ചർ. എനിക്കതിൽ വലിയ സന്തോഷമുണ്ട്. അങ്ങേറ്റത്ത് പിന്നെ നമ്മുടെ ജോർജിൻ്റെ സാമ മ്യൂസിക് അക്കാഡമി, ഇന്ത്യയിലെ ഏക സിംഫണി രചിച്ചിട്ടുള്ള ആളാണ് അച്ഛൻ. ഒരേ ഒരെണ്ണം. ബിതോവൻ്റെയും മോസാർട്ടിൻ്റെയും ആ ശ്രേണിയിൽ വരുന്ന ഒരാൾ. ഇന്ത്യ വേറെ ആരും ചെയ്തിട്ടില്ല. ത്യാഗരാജനൊന്നും ഉണ്ടാക്കിയിട്ടില്ല.
ഒരേ ഒരു സിംഫണി അതേ പബ്ലിക് ലൈബ്രറി കെട്ടിടത്തിൻ്റെ അങ്ങേയകത്ത് ബോളിലായിട്ട് ഒരുപാട് സിനിമാക്കാർ വന്ന് അവിടെ സൗണ്ട് റെക്കോർഡിങ് നടത്തി പോയിട്ടുണ്ട്. ധാരാളം പേരെ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കും മറ്റ് മ്യൂസിക്കും ഒക്കെ അച്ഛൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതവിടെ. ഇവിടെയാണ് തൊഴിൽ ഈ പറഞ്ഞ പോലെ ഈ ആർട്ട് ഗാലറി. പിന്നെ യോഗ ഇതിൻ്റെ മുകളിൽ നടക്കുന്നുണ്ട്. യോഗ ക്ലാസ്സുകൾ വളരെ വിദഗ്ധനായ ഒരാൾ ശങ്കരൻ നമ്പൂതിരി, മുനിസിപ്പൽ കൗൺസിലർ. ഇങ്ങനെ പിന്നെ ഡോക്ടർ ഷൈനി അവിടെ സൂപ്പർ ക്ലാസ്സുകൾ എടുക്കുന്നു. അത് തെക്കേ അമേരിക്കൻ നൃത്തമാണ്, ചടുലമായ നൃത്തം. ഡാൻസ് ചെയ്യുന്നവർ മുഴുവൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പം മനസ്സിലുള്ള വ്യാകുലതകൾ മുഴുവൻ പുറത്തേക്ക് തള്ളുവാൻ കോട്ടയത്തെ മാന്യരായ വനിതാ രക്തങ്ങൾ ധാരാളം പേര് വന്ന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ചിരിയാണ് മുഴുവൻ സമയം. ത്രോയിങ് അവേ ദ ആഗണീസ് ഓഫ് ദ മൈൻഡ്. പിന്നെ ശരീരത്തിന് നല്ല ഉന്മേഷം തരുന്നതാണ്. അപ്പം ഇങ്ങനെ ഇപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരു സംഗമ ഭൂമിയായിട്ട് കോട്ടയം പബ്ലിക്കിൽ തീരുന്നതിലുള്ള വലിയ സന്തോഷം അതിൻ്റെ പ്രസിഡന്റ് എന്നുള്ള എനിക്കും എൻ്റെ സഹപ്രവർത്തകരായി ഇവിടെ വന്നിരിക്കുന്നു ധാരാളം പേര്. പിന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചിത്ര പ്രദർശനങ്ങൾ പതിവായി ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ എറണാകുളത്ത് ഒന്നൊരു ഗ്രൂപ്പാണ് ഇവിടെ ചിത്ര പ്രദർശനം നടത്തിയത്. ഇനിയും ബുക്കിംഗ് വന്നിരിക്കുന്നു. അപ്പോൾ അച്ഛൻ്റെ ചിത്രങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഈ ഞങ്ങളൊന്ന് ഓടിച്ച് കണ്ടതേ ഉള്ളൂ. അത് വളരെ വളരെ ആകർഷകമാണ്. അത് ഏറ്റവും അധികം ആളുകൾ വന്നത് കാണും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദിസ് വിൽ ബി പ്രോപ്പർലി പബ്ലിസൈസ്ഡ്. അച്ഛന് ഒരു ചിത്രകാരൻ എന്നുള്ള നിലയിൽ എല്ലാവിധ ഭാവങ്ങളും ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. അച്ഛൻ ഇത് തുടരണം. കോട്ടയം പബ്ലിക് ലൈബ്രറി എത്ര പ്രദർശനം വേണമെങ്കിലും നടത്താനായിട്ട് മുൻകൈ എടുക്കുന്നതായിരിക്കും. I wish you great success and also great peace of mind for the rest of your life through the glorious pictures that you are drawing. Thank you. Now, Chief Speaker Dr. Gudran Lohner, Art Historian and Professor UT College, Bangalore. Good evening, ladies and gentlemen. Unfortunately, I do not have the gift of the great German Hermann Gundert, who learned your language so intensively. So I don't know what you have been speaking. So please forgive me if there is repetition, because I don't know what you have already heard. I have been very honored by Dr. K.M. George to give some introduction into his art exhibition today and to pick up some art topic he said which is dear to me and connected to it. Let me start with the topic, Synapse. What does it mean, Synapse? It's not a common word. I had to look it up. It means some connection between different cells, giving the lead, giving the communication, giving some connectivity between different cells. And then I asked, what is 77? He said, that is only for insiders, but you are all insiders, therefore I'm sharing that. I also didn't know. That is his age. He is 77. And I think it is a very great thing to start a new career at 77, because he has been known as a theological teacher, as a writer, as an ecologist, and in so many other functions. But this is his first solo exhibition. And he had an interest in art, and he studied some art in Paris, in the famous School of Beaux-Arts in Paris. But then he simply left it and scribbled and made some small drawings here and there in his diaries and in his poems, as I saw today, which have been published in Malayalam language. But then, especially in the Corona time,
he started a sort of new beginning. Instead of being depressively sitting in the house, he must have thought, let me do something positive. Let me overcome this depressive feeling of helplessness by doing something. And he might have thought, I don't know, I didn't ask him, I'm just imagining, why do I not take my beloved colors and take the canvas and paint something? And the most favorite picture of mine in this exhibition is the fish body. The fish body, it is in blue shapes, all sorts of blue shapes you can imagine. From marine to dark blue, everything is there. And it has been exhibited in the Cochin Biennale. And there it already was finding the interest of many viewers. And it has a lot of speaking. Fishes for you as Keralites are nothing new. You have been lived with fishes from childhood because you are surrounded by the backwaters and you are eating the fish. Even the Brahmin people say we also can eat fishes. That is no problem. So fishes are part and parcel of your environment and of your living style. But K.M. George has taken the fish to a different level. He has taken the fish body to bring out a positive note in a hopeless situation. He wanted to show, like the peacock feathers, actually the colors of these fishes remind me very much of peacock feathers in the different shades of blue. He wanted to show that in a problem situation, people can come together and from the dark sea, it takes the shape, all the small fishes become one. They become one big fish. And that fish is moving from the darkness to light. And I think that is systematic for his exhibition. Instead of connectivity or synapse, he could have also called his exhibition hope. I think many of these pictures you can see there are remembrances of things which have happened now or which have happened in the past and where people have had some meetings with hope, some small glimpses of hope, of change is possible in their lives. May it be from their religious beliefs, may it be from encountering others who have given them hope in situations which look hopeless. There is that painting which shows the recent water masses in Kerala becoming, instead of beautiful water, a disaster water, becoming floods, making people to fight for their lives. And there you see a fisherman crawling and putting his legs and hands in the water to be as a bridge for the women and elderly and the children so that they can crawl out of the house into his ship. This sort of community helping to be there for the other, that is a sign of hope. Then there is another picture showing the liberation of women, something very rare of an Orthodox priest to think of liberation of women. So he is able to think out of the box, and we are also having our prejudices, but he has overcome that, and in his painting, which is hanging in this exhibition, he has particularly shown how the
woman is breaking her shackles with the help of a fish. And the painting is called Liberation. And again, the fish is playing a positive role, and she is going to the light. Already her dress is in yellow, and she's putting up the hands towards the light. When you look at the ways how he is doing his paintings, he is using various materials. As he has been studying in France and in Belgium, Paris is a very dear city to him, as well as Geneva, the French-speaking place, where he has been teaching, and the deputy director of the Ecumenical Center in Bosse, where I have been a student also, so that ecumenical connection is also among us. There in this ecumenical connection, and this is showing that people have hope, and this hope they express again and again in various means. And when you see the Notre Dame in Paris burning, this unfortunate event, so he's taking up events which happen to him or around him and puts them into his art. You see a sort of filing down, you see the Eiffel Tower and the Notre Dame, and around it the real chaos, the fire, the disaster. But the Notre Dame is not standing with the disaster. As you all know, the government and the Catholic Church in France have made a big effort to rebuild Notre Dame, which is more than a church for Christian believers. It is like a national monument of France, and it's a historic monument. It's in Gothic style, a style which is still copied in India and worldwide as Neo-Gothic, and many Indian churches in Kerala and in other places are in this Neo-Gothic style. When you look at the techniques, there is something called the material, what he is picking up from the roadside, some rubbish from the rubbish bin, some leaves which have fallen, some fruits from the tree, that are objects trouvé. That is, some objects which have come to your mind, which you found by chance or by searching for them. And those he is including in his artwork, by that giving them a double dimension. It is not only flat, it is like an object. And he is also giving new life to upcycle a found piece of a tree, a found piece of a leaf. One of the very beautiful paintings is painted in the style of a leaf, what he found in a holy place. That leaf is also covering a book, what he has written on hymns, on some of his poems. So this finding of objects and including them in the artwork is it's a well done technique, but for a person who is sort of a little old to become a new artist, it's a very innovative method. And he has done it very well. And in a time where we are talking about recycling, upcycling, and taking clothes to new endeavors, it is also that he is taking the things which are already there and give them a new meaning, and give them a new hope, and gives them a chance to be something new. This chance to be new he has done very well. When I look at him, I am reminded of Rabindranath Tagore, the great Bengali artist and poet. Why I am reminded of him? All of you know that Tagore was a great poet and a great educationalist and reformer. But not so many people know
that he was also a great painter. And that painting career, he started only very late in his life. Then he had the impression that words were no more enough to express his feelings, his meanings, and his messages. And he felt that art is going beyond words, although words are also art, especially poems and novels, etc. So Tagore also started to express in, not in abstract, but in realistic forms, various subjects, and many of them were expressing feelings. And this is also in the art of Dr. George. He's also expressing feelings in that. You can see the ghost city, which is also having these objects trivet, which are glued on the picture, and you have the trash mound. A worker woman is sitting on a trash heap, looking the serene sky and looking at a beautiful garden. It looks like the Garden of Eden. A huge tree stands in the middle, and it gives her the hope that sometime there will be not only trash, but other beautiful gardens. Recycled trash. So if we all recycle our plastic bottles, something good will come out of that. So the main aspect is that he is not giving up hope. In all the negative things he feels around himself, he is feeling that something new is evolving, and that we are looking in the right direction. We can do something, and especially we as a community can do something. Not one person alone, but many people together. They can do something and they can achieve something. They can become a movement, they can do something, and they can change the world. Justice, peace, and integrity of creation. That is the big message. The big message the World Council of Churches, where he was working for so many years, was given to the world. At that time, India and China were not much interested in this message. They thought this is for the developed world. Let them use less energy, let them be scared of the carbonated footprint, etc. We still are not using enough, we have to come up. But now it has come to everywhere, to China, to India, to Taiwan, and definitely to the whole developed world, that the climate change is something which is concerning all of us, and that we all have to do something to change it. And all these things which are surrounding him, and which are in his mind, and which are the topics of his, have been integrated in his art. And as he had asked me also to talk about some art topic, I want to make a big jump now. Very short jump, but a big one. To the year, you don't believe it, 1578. So it's a long time ago. And what happened in 1578? New connections were drawn. A synapse happened. The Emperor Akbar the Great, the Muslim ruler, invited the Jesuits to his court. He invited the learned Jesuits from Goa to bring with them the Bible and their laws, and to teach him about Christianity, something unheard of. It looks like a fairy tale today, but it is the truth. We have the records. And 3 Jesuits went on the way to the kingdom
of Akbar, and they came and they brought with them a Bible printed in Antwerp. And this Bible had 150 pictures. They were not pictures, they were prints. They were black and white prints of Bible stories. And if you believe it or not, Akbar was an analphabet. He was not able to read and write himself, but he was fascinated by these pictures. And every day he was looking at them and asking people to read the stories for him to the pictures. And then he called his own artists, Muslims and Hindus, and said, these black and white pictures, he thought they were drawings because he had never seen a print of a picture before in his life. He thought they were very fine line drawings. He said, I like these topics, but I like color. Please take this black and white picture and take the same subject, but paint it in our miniature style. And that was the beginning of the most important cultural, artistic dialogue between East and West, initiated by the Jesuits. They did not convert anybody in the court, but they converted them in their minds. And the synapse happened, the meeting from cell to cell, and the whole miniature art was changed from that day onwards. Before that, it was all flat. There was no deep dimension in the art. It was simply like the flat, what you see in the folk art till today. They took the third dimension from the Western paintings and copied that in their miniatures. They started the draping of the dresses, and they started to bring out how people really looked. Akbar said, I want to look old as I am. I don't want to be always young and beautiful and people don't recognize me. I don't want these ideal pictures anymore. I don't want only beautiful art. I want art to represent what we are and what it is, so that we have later a whole book where all the people from the court are listed with names and how they looked at a special time. And his son continued that, and even he got painted one of the courtiers who was dying, something which was normally not done. And in this interreligious dialogue of art, one more very interesting thing happened. The front piece of the Antwerp Bible was showing the peace in the Isaiah. It showed a lamb and a lion who were peacefully sitting next to each other. This was taken by Jahangir, and he got it painted big on the wall where he was showing himself every day to the people. Showing with this picture, but he took a cow with two horns, the typical Indian cow, and the lion, showing that in my kingdom everybody can live peacefully. So he adopted that symbol and put it in his Islamic and multi-religious and dialogue context, all in art. I think it is a very, very fascinating story to look what Akbar and all has done, and how many, today I would say about 1,000 miniatures are still existing in the museums of the world, which are giving witness of this interesting dialogue, which is still documented and being talked about, and is showing that dialogue in art is happening again and again.
And today it is happening also again with this exhibition of Father Professor Dr. K.M. George in his Synapse, which is very, very interesting and helping to bring out new features by taking ideas from the context, from his life experience, from what is happening around him, and what is moving the world. And all that he has brought together in that fish. And fish has many meanings. Fish is also not only the normal meaning of the eating fish, it is also a mission of fertility. It is used very much in Hindu culture, and it is also a Christian symbol. In Germany, many Christians don't put a cross on their car, but they put a fish, because they feel the fish is a more friendly symbol than the cross. The cross is harsh and not so friendly. So the fish is the friendly symbol. So let us look at the pictures, and our artist is inviting us to have our own thoughts, to bring our own feelings, and to connect to his art by ourselves. Because each and everybody from us has different experiences, and he or she will connect to the art in a different way. My favorite, as I told you already, is that fish body. It was the first one which I saw from him in that Biennale, and it is the one which I still cherish the most. But you take your own pick. What is my favorite? Everybody has his favorite picture. I'm sure when you go, look around, share it with your friends, and I wish our dear artist, Father Dr. K.M. George, many future solo exhibitions to come, and thank all of you for having come and supported him. Sorry that I couldn't show you some pictures because of some technical problem. Otherwise, I would have showed you some of these miniatures which I have been talking about. Thank you so much. അടുത്തത് ഈ ചിത്ര പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനമാണ്. നമ്മുടെ ആദരണീയനായ കനായി കുഞ്ഞിരാമൻ സാറാണ് നിർവഹിക്കുന്നത്. ഈ ഉദ്ഘാടന കർമ്മം എന്ന് പറയുന്നത് നിലവിളക്ക് കൊളുത്തി അങ്ങനെയല്ല, ഈ ക്യാൻവാസിലൊരു ചിത്രം വരച്ചാണ് അത് ഈ വേദിയിൽ ഇരിക്കുന്നവരും സദസ്സിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും അതിനകത്ത് ഒരു ചിത്രമല്ല വരയ്ക്കുന്നത്. ആദ്യം കാനായി സാർ ഒരു ചിത്രം വരയ്ക്കും, അതിനെ ഡെവലപ്പ് ചെയ്ത് മറ്റെല്ലാവർക്കും വരയ്ക്കാം. പക്ഷേ ഇത് ഈ മീറ്റിങ്ങിൻ്റെ അവസാനമാണ്. ഈ മീറ്റിംഗ് തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ക്യാൻവാസിൽ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ക്യാൻവാസിൽ സാറ് വരയ്ക്കും. അതിനോട് തുടർന്ന് എല്ലാവർക്കും എന്തും ചെയ്യാം. നിറങ്ങളും ബ്രഷും എല്ലാം അവിടെയുണ്ട്. കാനായി സാറിനെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശ്രീമതി നളിനി കാനായി സ്റ്റേജിലോട്ട് കയറി വരണം. അത് ആവശ്യമുണ്ട്, മുന്നോട്ട് കയറി വരണം, കയറി വരണം. കാനായി സാറിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. എൻ്റെ സുഹൃത്ത്, ഏറ്റവും അടുത്ത സുഹൃത്തും സഹോദരനുമായ ഇട്ടിച്ചേറിയൻ, അബ്രാം ഇട്ടിച്ചേറിയൻ എൻ്റെ അധ്യക്ഷനാണ്. പിന്നെ എനിക്കൊന്നും പറയാനുമില്ല അധികം. പിന്നെ
പിന്നെ ഡോക്ടർ ലോണർ ലോണർ പിന്നെ എല്ലാവർക്കും പരിചയമുള്ള ആൾക്കാരാണ് സദസ്സിലും വേദിയിലും. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞു. എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൂടാ, എങ്കിലും ആരോഗ്യമുണ്ട്, നടക്കുമ്പോൾ തെറ്റിപ്പോകും, നടക്കാൻ പറ്റാത്ത അവസ്ഥ. അത്രേ ഉള്ളൂ. അതിന് വിലയുള്ള ഭാര്യയുണ്ട്, അവളാണ് നോക്കുന്നത്. ഭാര്യ അപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞത് ആരാന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. വെറുതെ കൊണ്ട് നടക്കാനുള്ള ആളല്ല. ഇതാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഭാര്യ എന്ത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നല്ലൊരു ഭാര്യയെ കിട്ടിയത് വളരെ സന്തോഷം. പിന്നെ എം ജോർജ് എൻ്റെ അടുത്ത സുഹൃത്താണ്, എത്ര കാലമായിട്ട് അറിയാം. അദ്ദേഹത്തിന് ഞാൻ അച്ഛൻ എന്ന് വിളിക്കില്ല. പള്ളിയിലത്തെ അച്ഛൻ പള്ളിയിലാണ്, ഈ അച്ഛൻ പുറത്താണ്. ഈ അച്ഛൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരാൾക്കും ചെയ്യാനും പറ്റില്ല. എന്താ ചോദിച്ചാൽ ആരും പറഞ്ഞിട്ടില്ല അച്ഛൻ ഇങ്ങനെ ചെയ്യണം. പക്ഷെ അച്ഛൻ പള്ളിയിലാകുമ്പോൾ ഒരു വേറെ ചില അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്, അത് ചെയ്യണം. ഏറ്റവും വലിയൊരു മനുഷ്യ സ്നേഹിയായിട്ട് ഇദ്ദേഹത്തിന് കാണാൻ പറ്റിയത്. മനുഷ്യ സ്നേഹി എന്ന് പറയുന്നത് തെറ്റാണ്, പ്രകൃതി സ്നേഹി. സർവ്വചരാചരങ്ങളെയും ഒരേപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു മനസ്സുള്ള ഒരു വിശാല ഹൃദയനാണ്. അതാണ് എനിക്ക് പറയാൻ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുമ്പോൾ നാനാത്വത്തിൽ ഏകത്വമാണ് ഈ മനുഷ്യൻ. ഏകത്വത്തിൽ നാനാത്വമല്ല, നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുന്ന ഒരു മനുഷ്യനാണ്. വലിയ ചിത്രം വരച്ചതിനെ വലിയ അത്ഭുതമാണ്. കാരണം ചിത്രകാരന്മാരാരാന്ന് പറഞ്ഞാൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന ചെറിയ കൊച്ചു മോനടക്കം നമ്മളെല്ലാം ചിത്രകാരന്മാരാണ്. അല്ലാതെ പറയാൻ പറ്റില്ല. അച്ഛൻ ചെറുപ്പത്തിൽ ചിത്രം വരച്ചിട്ടുണ്ട്. എല്ലാവരും ചെറുപ്പത്തിൽ 2 വയസ്സ് 3 വയസ്സാകുമ്പോൾ കുത്തി പിടിച്ച് എല്ലാം കയ്യിൽ പേനോ ചോക്കോ കൈക്കട്ടോ കിട്ടിയാൽ വെറുതെ ഇരിക്കില്ല. ഇതാരാ പഠിപ്പിച്ചത്? ജന്മനാവുള്ള സിദ്ധിയ ജന്മഭാസന. അതാണ് ചിത്രം. അപ്പോൾ തന്നെ അച്ഛൻ പ്രസംഗിച്ചു പ്രാർത്ഥിച്ചു. ഫാദർ ഡോക്ടർ MV ജോർജ് സത്യം പറയുന്ന ഗംഭീരം പ്രാർത്ഥനയായിരുന്നു. ആ ഒരു സംഗീതം വരുമ്പോഴാണ് പ്രാർത്ഥനയാവുന്നത്. വെറുതെ 2-3 വാക്കുകൾ പറഞ്ഞിങ്ങനെ മൂടിയിട്ടൊന്നും പ്രാർത്ഥനയാവില്ല. അതാണ് കലയുടെ ശക്തി. അല്ല പറഞ്ഞത് എല്ലാവർക്കും ശബ്ദം ഇല്ലെങ്കിലും എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റും. അപ്പോൾ നല്ല ശബ്ദമുള്ളവർ പാട്ട് പാടും. അത് നമ്മുടെ കടമയാണ്, ചെയ്തേ പറ്റും. ശബ്ദമില്ലാത്തവർക്ക് എന്താ അറിയോ? ഇൻസ്ട്രുമെൻറ്റ്സ് വയ്യോ, ശബ്ദം വേണ്ട, കൈകൊണ്ട് ആ സംഗീതം ഇൻസ്ട്രുമെൻറ്റ്സിൽ കൂടി നിങ്ങളെ കേൾപ്പിക്കാം. അതുകൊണ്ട് ആർക്ക് വേണം പാടാൻ, വായിക്കാം, എല്ലാം ചെയ്യാം. അതേപോലെ ചിത്രം. ആരാണ് ഈ ചിത്രവര കണ്ടുപിടിച്ചത്? ഞാൻ മുമ്പേ പറഞ്ഞ ജന്മനാമുള്ള വാസനയാണ്. ഇന്നല്ല ചെയ്തത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ വാനരായനായിട്ട് നടക്കുന്ന ആ സമയത്ത് കാട്ടുമനുഷ്യനായിട്ടിരിക്കുമ്പോഴേ ആദ്യമായി ചെയ്ത ഭാഷ ചിത്രഭാഷയാണ്. അപ്പോൾ കല എന്ന് പറയുന്നത് ഭാഷയാണ്, ജന്മഭാഷ. ആ ഭാഷയെ നമ്മൾ വേണ്ട പോലെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും സങ്കടം തോന്നുന്നു. കേരളത്തിലും ഇന്ത്യയിലും സാഹിബിൻ്റെ നാട്ടിൽ പോയാൽ ചെറിയൊരു കലാവാസന കുട്ടിയുണ്ട്, അവന് മാക്സിമം പ്രോത്സാഹിപ്പിക്കും. സത്യമായിട്ട് എത്ര ഇതായാലും ശരി, അച്ഛൻ എന്ത് കഴിവുണ്ടോ ഇല്ലയോ മാക്സിമം പ്രോത്സാഹിപ്പിക്കും. ഇവിടെ കലാവാസന വന്നാൽ അയാൾ അടിച്ച് ശരിയായിട്ട് പഠിക്കില്ലാതെ പറയും. ഇതായിട്ട് ഞാൻ പറഞ്ഞത് അതിൻ്റെ ദാരിദ്ര്യവും സംസ്കാരമില്ലായ്മ എല്ലാം നമ്മുടെ സംസ്കാരത്തിൽ. ഒന്നും പറഞ്ഞ എൻ്റെ ഒരു ഉദാഹരണം, ഞാൻ ചിത്രം വരക്കും, അച്ഛനത് കണ്ട് എന്നെ അടിച്ച് തെമ്മാടിയായിട്ട് ചീത്ത പറയും. എന്നിട്ട് പണി തരാം, അപ്പോൾ കണ്ടത്ത് പോയി പണിയെടുക്കണം. കണ്ടു കഴിഞ്ഞാൽ അടിക്കും. ഒരു തവണ ഒരു കരിക്കെട്ടെടുത്ത് ചുവരിൽ കാണാത്ത രീതിയിൽ വരച്ചു. വലിയൊരു ചിത്രം വരച്ചു വെച്ചു. അതെങ്ങനെയാണ് ഞാൻ വരച്ചത്? അതെങ്ങനെയോ അച്ഛൻ കണ്ടു അറിഞ്ഞു. ചെക്കനെ വിളിക്കണം പറഞ്ഞു, നമ്മുടെ വടക്കൻ ഭാഷ. ആ പണിക്കാരെ വിളിച്ചിട്ടുണ്ട് കൊള്ളാമെന്ന്.
ഞാൻ മുതിരയാട്ടി പറഞ്ഞ സത്യമായിട്ട് ഞാൻ തന്നെ എൻ്റെ ഓർമ്മക്കുറിപ്പിൽ മുതിരയാട്ടി ഞാൻ നിലവിളിക്കുക അമ്മ എന്നിട്ട് ചോദിക്കുക എന്താ ചെക്കനിങ്ങനെ കരയുന്ന ഓരോ പിന്നെയും അടിച്ചു എന്താ ചോദിച്ചാൽ കണ്ണിന് ചുവര് മുഴുവൻ കരയാക്കി വായിച്ച് കളയില്ലാന്നാണ്. അപ്പോൾ അമ്മ പറഞ്ഞാൽ അത് ഓൻ്റെ കരയില്ലേത്. അമ്മ പറഞ്ഞാൽ അവൻ്റെ കരയില്ലേത്. അച്ഛൻ്റെ കരയും അമ്മയുടെ കരയും മോൻ്റെ കരയും 3 കരയാണുള്ളത്. അച്ഛനെ കല എന്ന് പറഞ്ഞാൽ ചുമര് വൃത്തിയാക്കി വെറും കരയാക്കി മാറി. അതാണ് എല്ലാം കല എന്ന് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കരുത്. ചുമര് മുഴുവൻ വൃത്തിയോടെയാക്കി കലക്കി കളഞ്ഞു കല. അതാണ് അച്ഛൻ്റെ കല. അത് മായ്ച്ചു കളയാനാണ് മോനോട് പറഞ്ഞത്. മായ്ച്ചു കളില്ല, എല്ലാം മായ്ച്ചു കളയേണ്ടത്. അപ്പോൾ അത് കണ്ടിട്ട് അമ്മ അറിയാതെ ഒരു വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ആ അമ്മ പറഞ്ഞ അത്ഭുതം തോന്നി എനിക്ക് ഇപ്പോഴും. ഓൻ്റെ കലയിലെന്ന് പറഞ്ഞാൽ അവൻ്റെ കലയിലേത്. അതാണ് കല. അമ്മ പറഞ്ഞ കലയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കല, മറ്റ് കലയല്ല. അപ്പോൾ അത് ആർക്കോടെ ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. അച്ഛനെങ്ങനെ ആവാൻ കാരണം അന്ന് കലാകാരന്മാരെന്ന് പറഞ്ഞാൽ പിന്നെ വീടിനായിട്ട് അച്ഛൻ നാട്ടിലെ കലാകാരൻ എന്ന് പറഞ്ഞാൽ കല്ല് പൊട്ടിച്ച് പെണ്ണ് പിടിച്ച് താടിയും മുടി പിടിച്ച് നടക്കുന്ന ഉത്തരവാദിത്തമുള്ളൊരു പൗരനായിട്ടാണ്. അപ്പോൾ നാട്ടിൽ പൊതുവെ കലാകാരൻ അങ്ങനെയാണ് സങ്കല്പം കൊണ്ടുണ്ടാക്കിയിട്ടാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ വീട്ടിൽ ഇതുപോലത്തെ ഒരു കലാകാരൻ ആയിക്കഴിഞ്ഞാൽ വീട് നശിപ്പിച്ചു കളയും. അതാണ് കലയോട് വെറുപ്പ് മാത്രമല്ല, ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ കലാകാരൻ ആരാന്ന് ചോദിച്ചാൽ മനുഷ്യനാണ്. മനുഷ്യനായാലേ കലാകാരനാകുമ്പോൾ. അല്ലാതെ കള്ളൂട്ടിയനോ പെണ്ണൂട്ടിയനോ മോശം വന്നല്ല കലാകാരന് ശരിയല്ലത്. അപ്പോൾ സമൂഹത്തിൽ അവനൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് വ്യക്തമായി പറയണം, കാണിച്ചു കൊടുക്കണം. അതിന് അച്ഛൻ്റെ ചിത്രങ്ങൾ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. അച്ഛൻ എന്തിനാണ് വരക്കുന്നത്? ഒരാവശ്യമില്ല. എന്തിനാണ് വരക്കേണ്ട ആവശ്യം? അതുകൊണ്ട് എന്താ ഗുണം? സാഹിബിൻ്റെ കണ്ടാണ് ലക്ഷങ്ങൾക്ക് നോക്കാവും, കോടികൾക്ക്. അതുമില്ല. അപ്പോൾ ഒരു വിനോദവുമില്ല. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. വരക്കാതെ ഇരുന്നാൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്താ അതിൻ്റെ രഹസ്യം എനിക്കറിയില്ല. കാരണം സത്യം പറഞ്ഞാൽ അത് ലവാണ്. ലവ് അല്ല, അതിനേക്കാൾ അതിനെപ്പുറം പോകും. ആത്മാവിൻ്റെ ശക്തി അത് ഒരാവശ്യമാണ്. അപ്പോൾ അത് നമുക്ക് മനുഷ്യർക്ക് എല്ലാവരും ഉണ്ട്. അത് പലതിലാണ്. അപ്പം അച്ഛനോട് പ്രാർത്ഥന ഭംഗിയായി സംഗീതാത്മകമായി പാടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ കേൾക്കാൻ പറ്റില്ല. ആ നിമിഷം കൊണ്ട് കഴിഞ്ഞത്. അച്ഛൻ്റെ കല അങ്ങനെയല്ല, എപ്പോൾ അവിടെ നോക്കിക്കാണാം. അതാണ് വ്യത്യാസം. ഇത് പെർമനൻ്റായിട്ട് കാണണം. അച്ഛൻ്റെ സംഗീതം പ്രാർത്ഥന ആ കേട്ട് പോയി. അപ്പം അങ്ങനെ പല രീതിയിലെ കാര്യം. ഇപ്പം ഞാൻ ചെയ്ത ശില്പം, വലിയ ശില്പം ചെയ്താൽ ആ പ്രകൃതിയെ കൂടെ അതും കൂടിച്ചേർന്നു. കുന്നും മലയും വൃക്ഷങ്ങളും നദികളും ഒക്കെ ഒരു സ്ഥലത്ത് വലിയൊരു ശില്പം ചെയ്താൽ ആ പ്രകൃതിയുടെ ഒരു ഭാഗമായിട്ട് ശില്പം ചെയ്യും. അപ്പോൾ ശില്പം ചെയ്യുമ്പോൾ പ്രകൃതിയെ ആദ്യം പഠിക്കണം, ചുറ്റുപാടിനെ. ആ ചുറ്റുപാടിന് പറ്റിയൊരു ശില്പം തന്നെ അവിടെ ചെയ്യണം. സാഹിബിൻ്റെ ഏത് നാട്ടിലെ ഒരു മോഡൽ ശില്പം ചെയ്താൽ പോരാ. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായി നോക്കുന്നത്. ശില്പകലക്കില്ല ആ ശക്തി വേറൊരു കലക്കുമില്ല. സത്യം ശില്പി വേറെ അതാണ് ആരാധനാ കേന്ദ്രങ്ങളിൽ ഏറ്റവും ശക്തിയായിട്ട് കൊണ്ടുവരുന്നത് പ്രതിഭാശില്പങ്ങൾ. പറയൂ. കാരണം ഒരു ശില്പി സൃഷ്ടാവാൻ ദൈവത്തിൻ്റെ കൈകൊപ്പാണ്. ദൈവം എങ്ങനെ സൃഷ്ടിച്ചു? ആ സൃഷ്ടാവാൻ ദൈവത്തിൻ്റെ കൈകൊപ്പാണ് ഒരു ശില്പി. ഒരു കലാകാരൻ എന്നാൽ ദൈവം എങ്ങനെ കണ്ണും പുരുകവും മൂക്കും ഒക്കെ രൂപപ്പെടുത്തി, അതാണ് ഒരു കലാകാരൻ. അതെ, സത്യമാണ്. സത്യമാണ്. ഞാൻ അവരെ കണ്ടപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരാളാണെന്ന് അറിഞ്ഞില്ല. ഒരു സുന്ദരി അമ്മ ഇരിക്കുന്നത് കണ്ടാൽ നോക്കുമായിരുന്നു. പിന്നെ ഞാൻ ഉള്ളത് പറയണ ആരും നോക്കും. മുമ്പ് ഇതിനേക്കാളും സുന്ദരിയായിരുന്നു. ഇപ്പം കുഴപ്പമില്ല. എന്റെ ഉള്ളത് പറയുന്നത് എനിക്ക് നമ്മൾ വിളിപ്പിക്കുക, പറയാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞു. ഞാൻ സാറിനെ കാണാൻ കൊതിച്ച് അന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ അതിനുവേണ്ടി തന്നെ തപ്പടിച്ച് വന്നതാണ്.
അപ്പോൾ അമ്മച്ചിലെ ഭർത്താവ് കേട്ടാൽ ഇവൻ ആരുണ്ടാവും എന്താ അവകാശം എൻ്റെ ഭാര്യയെ പറയാനുള്ളത്. ഇത്തരം അല്പന്മാരാണ് നമ്മുടെ ആൾക്കാർ. എന്തല്ലേ മരിച്ചുപോയാ? സോറി. അപ്പോൾ എന്താ പറയുക, ഇത് കണ്ടിനെ പറയുന്നത് അത്രയും ഉൾക്കൊള്ളിലെ ഒരുപാട് ആൾക്കാരുണ്ട്. കല വേറെ എന്താ ശില്പകലക്കുള്ളൊരു പ്രത്യേകത. അച്ഛൻ ചെയ്തെല്ലാം പെയിൻറ്റിങ്ങാണ്, ശില്പമുണ്ട്. ഉദാഹരണമായിട്ട് ഒരു കാര്യം പറയാം. ഒരമ്മ, അമ്മയുടെ കുട്ടി മരിച്ചുപോയി 2 വയസ്സായപ്പോൾ. ഫോട്ടോ ഉണ്ട്. അപ്പോൾ അമ്മയൊരു അടുത്ത അയൽവാസി ചിത്രകാരനാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നല്ല റിയലിസ്റ്റിക്കായിട്ട് പക്ഷെ നമുക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ മോൻ തന്നെയാണ്. ഒരു ശില്പി അത് കണ്ടിട്ട് പ്രതിമയുണ്ടാക്കി ലൈഫ് സൈസ് തന്നെ ഇത് കൊണ്ടുകൊടുത്തത്. ഇതെൻ്റെ മോൻ തന്നെയാണ് കെട്ടിപ്പിടിക്കുകയത്. അപ്പോൾ ശില്പത്തിന് കുറേ കൂടി യാഥാർത്ഥ്യബോധം ഉണ്ടാക്കാൻ പറ്റും. മറ്റൊരു കണ്ണാടിയിൽ കാണുന്ന ഒരു പ്രതിബിംബം മാത്രമാണ്. ഇങ്ങനെ ഓരോ കലക്കും അതിൻ്റെ പരിമിതിയുണ്ട്, ശക്തിയുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം കവിത കേട്ട് ഗംഭീരം എന്ന് പറഞ്ഞ കുറേ ആശയങ്ങളൊക്കെ നമുക്കും തോന്നും. നമ്മുടെ ഉള്ളിലെ ആശയങ്ങളെല്ലാം പുറത്തേക്ക് വരും വേറൊരാളെ കവിത കേൾക്കുമ്പോൾ. അപ്പോൾ ഓരോ കലക്കും അതുണ്ട്. കലകളിൽ വെച്ച് ഏറ്റവും നമുക്ക് ഇഷ്ടവും ശക്തിയുടെ ഏക കല സംഗീതമാണ്. സംഗീതം കേട്ട് ഉണരാത്ത ഒരാൾ മനുഷ്യരല്ല, ഉണ്ടാവില്ല. ഹിറ്റ്ലർ പോലും സംഗീതം കേട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ സംഗീതമാണ് ഏറ്റവും ശക്തിയായ ഒരു കല. അപ്പോൾ പാടാനറിയുന്നവൻ ഇന്നതാണ്. അല്ല അച്ഛൻ ഞാൻ പറഞ്ഞത് സത്യമായിട്ടില്ല. ഇപ്പോൾ പക്ഷികൾ പാടുന്ന കേൾക്കുമ്പോൾ നമ്മൾ ഓടിപ്പോയി നോക്കുക, പക്ഷി ഏത് വിധത്തിൽ എവിടെയാണ് സുന്ദരമായിട്ട് ശബ്ദമുള്ള പക്ഷികളൊക്കെ അത്ഭുതം തോന്നുന്നത്. റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റാണ് അറിയാതെ വന്ന ശബ്ദം. അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് പഠിച്ചല്ല അറിയുന്നതാണ്, ഭാഷയാണത്. അപ്പോൾ എല്ലാ കലയും ഞാൻ പറഞ്ഞ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ നിഗമനത്തിൽ കല എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്, മനുഷ്യൻ്റെ ഭാഷയാണ്. ഇരിക്കുന്ന എല്ലാവരും കലാകാരന്മാരാണ്. മനസ്സിലാണ് കല, കയ്യിലല്ല. ഈ പറഞ്ഞ എല്ലാ ഓർമ്മകളും കൂട്ടി വെച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. ഞാനിപ്പോൾ വീട്ടിൽ പോയാലും ഇവർ എന്താ പേര് പറഞ്ഞത്? ഗ്ലോറി മാത്യു. അപ്പം ഇനി വീട്ടിൽ പോയാലും ഞങ്ങൾ സംസാരിക്കും ഗ്ലോറി മാത്യുവിനെ പറ്റി പറയും. എന്തിനാ ചോദിച്ചാൽ ആ ഒരു ബന്ധം ആ മനസ്സിൽ പോവില്ല. അത് കേട്ടപ്പോൾ ഇങ്ങനെ സ്ത്രീ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഭയങ്കര അത്ഭുതമാണ്. അപ്പം നമ്മളിലുള്ള ഓരോ നിമിഷവും നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അത്ഭുതം തോന്നും. നമ്മൾ വേറെ ആരും ഒബ്സർവ് ചെയ്യണ്ട. ഞാൻ എന്നെ ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ച് പഠിച്ചാൽ മതി. വേറെ ഒരു വിദ്യാഭ്യാസവും വേണ്ട. പഴയ ആൾക്കാർ അക്ഷരം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ കയ്യിൽ കുത്തിയിട്ടുണ്ട്. കാരണം നഗ്നവാനന്മാരായിട്ട് ജീവിക്കുന്ന മനുഷ്യർ നായാട്ടിന് പോയാലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, അമ്പക്കുമായിട്ട് വീഴും. ഇതൊക്കെ 20 പേര് വന്നിട്ടുണ്ടാവും. ഒരു മൃഗങ്ങളെ ചുമന്നേറ്റി കൊണ്ടത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരു കലാകാരൻ ഇതെല്ലാം നോക്കിയിട്ട് ചെവിയോ എന്തെങ്കിലും കല്ലെടുത്തിട്ട് ആ ഗുഹയുടെ ഭിത്തിയിൽ ഇതെല്ലാം വരയ്ക്കും. അവൻ്റെ ഓർമ്മ കൊണ്ടുപോയി പോയതൊക്കെ അന്ന് വരച്ച ചിത്രങ്ങളാണ് നമ്മൾ 30,000 വർഷം പഴകിയ അട്ടാമര ഗുഹയിലുള്ളത്. വികാസം തന്നെ ആ ചിത്രം കണ്ടിട്ട് പറഞ്ഞാൽ പറയാം, അതുപോലെ എനിക്ക് വരക്കാൻ പറ്റില്ല. കേൾക്കുന്നുണ്ട് എല്ലാവരും? ഇപ്പോൾ വികാസം ഒന്ന് ലോകപുസ്തകം 20 ഏറ്റവും വലിയ പെയിൻ്ററും ശില്പിയും എല്ലാം ജീനിയസാണ്, രാക്ഷസനാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ എന്താ പറഞ്ഞത്, അട്ടാമര കോപ്പിയിൽ ഞാൻ ഒരുപാട് ശ്രമിച്ചു അതുപോലെ കോപ്പി ചെയ്യാൻ പറ്റില്ല. ഒരു കുറേ 20 സ്കെച്ചുകൾ ചെയ്തിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് എന്തെന്ന് ഞാൻ ഒരു മിനിറ്റ് ഒന്നും അറിയില്ല. നഗ്നവാനരായി ജീവിച്ച ആ കാലത്തെ മനുഷ്യർ വരച്ചതാണ്
20-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ ആധുനികത കൊണ്ടുവന്ന് ഈ ചിത്രം വരക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഭാഗ്യ ജീവിതവും ഭാഗ്യ ലോകവുമല്ല ഈ ചിത്രം. ആത്മാവിനകത്താണ് നമ്മൾ എടുക്കുന്നത്. മനുഷ്യനൊരു ആത്മാവുണ്ടെങ്കിൽ അത് കരയുമ്പോഴും സ്നേഹിക്കുമ്പോൾ അത് പുറത്തു വരുന്നത്. ആത്മാവിൻ്റെ ആവിഷ്കാരം തന്നെയാണ് നമ്മൾ ആത്മാവിഷ്കരണമാണ് സെൽഫ് എക്സ്പ്രഷൻ. അപ്പോൾ സെൽഫിൻ്റെ എക്സ്പ്രഷനാണ് ഇത്. ഈ മനുഷ്യരെല്ലാം സെൽഫുള്ളവരാണ്, അല്ലാതെ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കും. നമ്മൾ ഇടക്കിടക്ക് ജോലി അച്ഛൻ വരുന്നത് അച്ഛൻ്റെ ഗുണം എന്താ അറിയുമോ? ചിന്തിക്കില്ല. അറിയുമോ? ഞാൻ ഒബ്സർവ് ചെയ്തത് ചിന്തിക്കില്ല. തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ വരച്ച് അതിലെല്ലാം വരും. ഒരു ഇൻ്റഗ്രേറ്റഡ് ഒരു വിഷനുണ്ട്. ഒരു തൽക്കാലത്തേക്കല്ല. ഇപ്പോൾ മത്സ്യത്തിൻ്റെ ഒരു ഐഡിയ പെട്ടെന്ന് തോന്നി അങ്ങോട്ടും ഇങ്ങോട്ടും ആ മത്സ്യത്തിൻ്റെ ഒക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. അതിൽ കൂടുതൽ വരക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അലിഞ്ഞു പോകുന്നു. എന്തിൻ്റെ രഹസ്യം എന്നൊന്നും അറിയില്ല. അച്ഛനിപ്പോൾ ഇത് വരച്ചില്ലേ, അച്ഛനോട് നിങ്ങൾ വളരെ പോലെ ഒന്നും വരയ്ക്കാൻ പറ്റില്ല. അച്ഛനോട് ഇല്ലേ അതാ അച്ഛനിപ്പോൾ ഒരു പെയിൻറ്റിങ് എടുത്ത് അച്ഛൻ വരികൾ എല്ലാം തെറ്റും, വേറെ പെയിൻറ്റിങ്ങാവും. അപ്പോൾ അതിൻ്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാലം എന്ന് പറഞ്ഞാൽ കാലം എന്ന് പറഞ്ഞൊരു കാലം നമ്മുടെ മുമ്പിൽ കൂടെയുണ്ട്. കാലമില്ലെങ്കിൽ ഞാനുമില്ല, നിങ്ങളുമില്ല, ഇല്ലേ? ഇപ്പോൾ ഇവിടെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് എത്ര സമയം പോയി, കാലം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ കാലം തിരിച്ച് വരുമില്ല. ഇപ്പോൾ ഞാൻ യേശുദേവൻ്റെ ഭക്തനായ ചെറുപ്പത്തിൽ എനിക്ക് വിഷമമൊക്കെ അച്ഛൻ്റെ വിഷമുള്ളവർ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് കൃഷ്ണനെയോ രാമനെയോ അല്ല, യേശുദേവനാണ്. ആ മനുഷ്യൻ ഇതുപോലെ ക്രോസറി യാതൊരു വിഷമവുമില്ലാതെ കരയാതെ ഇരുന്ന് പറഞ്ഞ അത്ഭുതം. അങ്ങനെ ഒരു മനുഷ്യൻ ലോകത്ത് ഉണ്ടാവില്ല. അത്ഭുതം എന്ന് പറഞ്ഞാൽ മഹാത്ഭുതമാണ്. എന്താ ഇതിൻ്റെ രഹസ്യം ആർക്കും അറിയില്ല. അപ്പോൾ അച്ഛനിപ്പോൾ അന്വേഷിക്കുന്നത് ഇതുപോലത്തെ ഒരുപാട് രഹസ്യങ്ങളാണ്. ചിത്രത്തിൽ കുട്ടിക്കാരിയാവും ഒബ്സർവ് ചെയ്ത് മുഴുവൻ ഇതാണ് മത്സ്യങ്ങൾ. നിങ്ങളെപ്പോലത്തെ ആൾക്കാരുടെ മത്സ്യത്തിന് കിട്ടിയ ഒട്ടിനെ കറിയാക്കാൻ നോക്കും. നല്ല മത്സ്യം വാങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഞാൻ പറയുന്നത് മനുഷ്യ മനസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് നിർവചിക്കാനും പറ്റില്ല, കണ്ടെത്താനും പറ്റില്ല. എൻ്റെ മനസ്സെന്തെന്ന് എനിക്ക് മാത്രമേ കണ്ടെത്താൻ പറ്റൂ. ഒരു മാധ്യമത്തിൽ കൂടി വരുമ്പോൾ എനിക്ക് തന്നെ ഒരു ബോധ്യമായിട്ട് അത് നിങ്ങൾ പ്രസവിക്കുന്ന കുട്ടിയാണ്, അല്ലേ? നിങ്ങൾ പ്രസവിച്ച മക്കളുണ്ടോ? ആ ആ ആ അപ്പോൾ മക്കളെ പ്രസവിച്ചു. ഞങ്ങൾ പ്രസവിക്കുന്നത് മനസ്സിൻ്റെ മക്കളെയാണ്. നിങ്ങൾ ഗർഭപാത്രത്തിൽ ഉണ്ടായി, ഞങ്ങളുടെ ഗർഭപാത്രം മനസ്സാണ്. അത് ഈ മനസ്സാണ് പുറത്തേക്ക് വിടുന്നത്. അതാണ് എൻ്റെ മക്കളുടെ ശില്പങ്ങളെല്ലാം. ഞങ്ങൾക്ക് വേറെ മക്കളൊന്നുമില്ല, 2 പേരേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വിഷമമില്ല. കുറേ ശില്പങ്ങൾ ഞാൻ പ്രസവിച്ചു, എടുക്കുന്നു, ഞാൻ പോകും. എനിക്കൊന്നും അറിയണ്ടേ എവിടെ നിന്ന് വന്നു, ഇങ്ങോട്ട് പോകുന്നു, ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അനാവശ്യ ചിന്തയാണ്. ഞാൻ എവിടെ നിന്ന് വന്നു, ഇനി അങ്ങോട്ട് പോകുന്നു, ഇതൊന്നും അനാവശ്യ ചിന്തയാണ്. ഞാൻ എല്ലാവരും പറയട്ടെ, ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് കഴിവുണ്ട്. ഗർഭപാത്രത്തിൽ എങ്ങനെയാണ് വന്നത് പറയാൻ നമ്മൾ നിരീക്ഷിച്ചാൽ നിങ്ങളുടെ ആരും ഒരു ചോദ്യവും ചോദിക്കണ്ട. ഞാൻ സത്യം പറയാം, നിങ്ങളുടെ സ്വയം നിരീക്ഷിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് എല്ലാ ഉത്തരവും ആത്മാവിൽ നിന്നുണ്ട്. സംശയിക്കണം. ഞാൻ അങ്ങനത്തെ ഞാൻ പുസ്തകം വായിക്കുന്നതിലൊന്നും എൻ്റെ ഉത്തരം കിട്ടുന്നില്ല. ഒരുപാട് വായനക്കാരോ പുസ്തകം പ്രസിഡന്റിന് കുറേ പുസ്തകം കൊടുക്കാറുണ്ട്, 1000-ഓളം പുസ്തകം കൊടുക്കാറുണ്ട്. പക്ഷേ വായിച്ചിട്ടൊന്നും യാതൊരു രക്ഷയില്ല. എത്ര വായിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം മാറ്റാൻ പറ്റില്ല. ഇല്ല, ഞാൻ എഴുതിത്തരാം. വലിയ പണ്ഡിതന്മാർ ചെയ്യുന്ന വൃത്തികേടുകൾ സാധാരണ മനുഷ്യൻ പോലും ചെയ്യില്ല. നോർമലായിട്ട് ഇത്രയും വായിച്ചൊരു പണ്ഡിതൻ. ഒരു കഥയുണ്ട്, രാമകൃഷ്ണവരും സ്വന്തം അദ്ദേഹത്തിൻ്റെ വാചകത്തിൽ ഒരു വലിയ തത്വജ്ഞാനിയും വലിയ സ്കോളറും വേദാന്തം മുഴുവൻ പഠിച്ച് വലിയ ആൾ ദിവസം പാല് കൊണ്ടിരുന്ന കുട്ടിയിൽ ഒരു ദിവസം വൈകി, നന്ന വൈകി, ഇടക്കിടക്ക് കുറച്ച് സമയം വൈകി. അപ്പോൾ അയാൾ ഷൗട്ട് ചെയ്തു, അപ്പോൾ ഇത്ര വൈകിയത്. അപ്പോൾ തോണി കിട്ടിയില്ല. അത് തോണി കിട്ടിയില്ല. ഇത്
പറഞ്ഞെന്തറിയോ, എന്തിനാ തോണി നീ ദൈവവിശ്വാസികളെ ഞാൻ ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് വരാറുള്ളൂ. നാളെ വരുമ്പോൾ തോണി നോക്കണ്ട, നേരെ വെള്ളത്തെ കൊടുക്കാതെ നടന്നാൽ മതി. അപ്പോൾ ആ സ്ത്രീ പൂർണ്ണമായും അയാളെ വിശ്വസിച്ചു പോയി. അടുത്ത ദിവസം വരുമ്പോൾ തോണി കിട്ടിയില്ല, നേരെ നടന്നു വന്നിട്ട് പാലെടുത്തു. അങ്ങനെ ഞാൻ നേരെ വെള്ളത്തിൻ്റെ മേലെ നടന്നു. അത്ഭുതമായത് ഇങ്ങനെ നടന്നു. ഇത്രയും പറ്റിയ പണ്ഡിതൻ മഹായോഗി, അയാൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല വെള്ളത്തിൽ. അപ്പോൾ ഈ മനുഷ്യനും ഈ കുട്ടിയും എത്ര വ്യത്യാസം പോകണം. ഈ പാണ്ഡിത്യം കൊണ്ട് എന്ത് തേടി ഇദ്ദേഹം പറഞ്ഞത് വിശ്വസിച്ചിട്ട് വെള്ളത്തിൽ പരിപൂർണമായി അങ്ങോട്ട് വിശ്വസിച്ച് കഴിഞ്ഞു. അപ്പോൾ ആ വിശ്വാസം നമുക്ക് കിട്ടുന്ന ഈ അത്ഭുതങ്ങളൊക്കെ. അപ്പോൾ അച്ഛനോട് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ പറയുന്നില്ല, ഞാൻ എൻ്റെ കാര്യം പരിപൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അത് കലർപ്പില്ലാതെ പരിശുദ്ധമായിട്ട് പുറത്തുണ്ടായിരുന്നു. ഒരമ്മ പ്രസവിക്കുന്ന പോലെ തോന്നൽ കുട്ടികളും ഞാൻ പ്രസവിക്കുന്നത്. അപ്പോൾ അതാണ് കലാകൻ്റെ സൃഷ്ടികൾ വന്നത്. പ്രകൃതിയുടെ എല്ലാ കുട്ടികളും, അച്ഛൻ്റെ എല്ലാ കുട്ടികളും മനോഹരമാണ്. ചിലരെ കംപ്ലീറ്റ് ചെയ്യണമെന്നൊന്നും തോന്നിയിട്ടുണ്ട്. ചില പെയിൻറ്റിങ്സ് കംപ്ലീറ്റ് ചെയ്യാൻ തോന്നിയില്ല. വേറെ ഒരു കുഴപ്പമില്ല. വളരെ ഇന്നസെൻ്റാണ്. അതാണ് മറ്റാരും വെച്ച് കൃത്യമായിട്ടൊക്കെ വരുന്നില്ല. ഒരു ശുദ്ധമായ ഒരു കുട്ടിയുടെ മനസ്സാണ് ഈ അച്ഛനുള്ളത് സത്യമായിട്ട്. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അധികം സമയം എടുക്കുന്നത് പിന്നെ ഒരുപാട് അവർക്ക് സമയം ഇപ്പം തന്നെ. അപ്പോൾ എന്നെ ക്ഷണിച്ചതിന് എൻ്റെ പ്രസിഡന്റ് ശ്രീമാൻ എത്തിച്ചേരാൻ പ്രവർത്തിച്ചതിന് പ്രത്യേകം നന്ദി പറഞ്ഞു. ഇന്ന് എനിക്ക് ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടൊരു അവസരം തന്നെ യോജാചാര്യനോടും കമ്മിറ്റിക്കാരോടും പ്രത്യേകം നന്ദി പറഞ്ഞു. പ്രിയങ്കരനായ കാനായി സാറിൻ്റെ ഈ തത്വചിന്ത ഫിലോസഫിക്കലായിട്ടുള്ള ഈ പ്രസംഗങ്ങളുടെ ഒരു സാരാംശം അദ്ദേഹത്തിൻ്റെ കാനായി കവിതകൾ എന്ന പേരിൽ പുസ്തകമാക്കി ഇറക്കിയിട്ടുണ്ട്. അപ്പുറത്ത് ഗാലറിയിൽ അതിൻ്റെ കുറച്ച് കോപ്പികൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. ഇനിയുള്ളത് വാസ്തവത്തിൽ ഈ കാനായി സാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. കാനായി സാറിൻ്റെ ശില്പങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബൃഹത് ശില്പങ്ങൾ ഒരുപക്ഷെ കേരളത്തിൽ ശില്പി എന്ന് പറഞ്ഞാൽ കാനായിയും ശില്പം എന്ന് പറഞ്ഞാൽ യക്ഷിയും എന്ന് പറയുന്ന ഒരു സമസ്യ ഉണ്ടാക്കിയെടുത്തത് അദ്ദേഹമാണ്. ഇപ്പോഴും ശില്പി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലേക്ക് കാനായി എന്നുള്ള പേരാണ് വരുന്നത്. ശില്പം എന്ന് പറഞ്ഞാൽ യക്ഷി എന്നാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ശില്പങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ ആ ശില്പങ്ങളുടെ പേരിലാണ് ആ പ്രദേശങ്ങളൊക്കെ അറിയപ്പെടുന്നത്. പക്ഷെ ഇതിൻ്റെ പിന്നിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്ന വേറൊരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തെ ആദരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. അതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ എം പി ജോർജ് അച്ഛൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് അധികം പറയേണ്ടതായിരിക്കും. അല്ല, അത് സത്യത്തില് എം പി ജോർജ് അച്ഛൻ്റെ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഏത് ഫംഗ്ഷനും അതിഗംഭീരമാകും. ഇപ്പം ഞാൻ പറയുമായിരുന്നു, ഈ ശബ്ദം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേട്ടിരുന്നെങ്കിൽ ഈ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ഉദ്ഘാടനത്തിന് അല്ലെങ്കിൽ ആ പ്രതിഷ്ഠയ്ക്കുള്ള എല്ലാ ശ്ലോകവും ചെല്ലാൻ ഈ അച്ഛനെ മാത്രമേ വിളിക്കുമായിരുന്നുള്ളൂ. അത്ര ഗംഭീരമാണത്. അത് ഞാൻ ആനുഷികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞു വന്നത്, കാനായി സാറിൻ്റെ പിന്നിൽ ഒരു വലിയ ശക്തി സ്രോതസ് പ്രവർത്തിക്കുന്നുണ്ട്. ആ ശക്തി സ്രോതസ് വളരെ ദുർബലയായ ഒരു സ്ത്രീയാണ്. കാഴ്ചയിൽ അത്ര വലിയ കരുത്തൊന്നുമില്ലെങ്കിലും വലിയ മനസ്സാന്നിധ്യമുണ്ട്. അത് ഇട്ടിച്ചനെ സാർ മുമ്പേ പറഞ്ഞു. ഈ ശില്പം ഇവിടെ സാധ്യമാക്കിയത് നളിനി കാനായിയുടെ ആഗ്രഹം തന്നെയാണ്. പലപ്പോഴും കാനായി സാർ എനിക്ക് സമയമില്ല, ഞാൻ പോകത്തില്ല, ചെയ്യത്തില്ല എന്ന് പറഞ്ഞപ്പോഴും അവസാനം നളിനി കാനായിയുടെ നളിനി ചേച്ചിയുടെ നിർബന്ധമാണ് നമുക്കത് ചെയ്തു കൊടുക്കണമെന്നുള്ളത്. പക്ഷെ അതുപോലെ തന്നെ കാനായി സാറിന് പല രീതിയിൽ കിട്ടാവുന്ന ഒരുപാട് അംഗീകാരങ്ങൾ അത് കപ്പിലും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പത്മശ്രീയൊക്കെ അങ്ങനെ സംഭവിച്ച കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ ശംഖുമുഖത്തെ സാഗരകന്യക, ആ സാഗരകന്യകയുടെ അടുത്തെല്ലാം ശില്പവുമായിട്ട് യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത മറ്റ് ചില നിർമ്മിതികൾ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഭരണകൂടം കാണിക്കുന്ന
അത് എത്ര അതിനെയൊക്കെ ഏത് രീതിയിൽ പ്രതിഷേധിച്ചാലും മതിയാകത്തില്ല. അതോടൊപ്പം തന്നെ വേളിയിൽ അദ്ദേഹം ഒരു വലിയ ശില്പ സമുച്ചയം തന്നെ ഉണ്ടാക്കിയിരുന്നു. ഞാനും ആദരണീയനായ കുര്യൻ സാറും കൂടെ അവിടെ 2-3 മാസങ്ങൾക്ക് മുമ്പ് പോയി. നമുക്ക് വളരെ സങ്കടം തോന്നും. കാനായെ പോലെ വിശ്വപ്രസിദ്ധനായ ഒരു ശില്പി ചെയ്ത ആ ശില്പ സമുച്ചയങ്ങളെല്ലാം തന്നെ അവർ മാറ്റി അതിനിടയിൽ കൂടെ എല്ലാം ഈ ടോയ് ട്രെയിനുകളും ഊഞ്ഞാലുകളും അതുപോലെയുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണകൂടത്തിന് ഈ ഉദാത്തമായ കലയുടെ മഹത്വവും മനസ്സിലാകാതെ പോകുന്നത്? നമുക്ക് ഇപ്പോഴും നമ്മളെ സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് കാനായി സാറിനെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം കോട്ടയത്തുണ്ട്. അതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഈ വന്നിരിക്കുന്ന സദസ്സെന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും കാനായി സാറിനെയും വിശിഷ്യ നളിനി കാനായിയും ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അത് ഞങ്ങൾ ഷാളൊന്നും പുതപ്പിച്ചല്ല. കാരണം ഷാൾ പുതപ്പിച്ചില്ലെങ്കിലും അവർ രണ്ടുപേരും ഒരു മനസ്സും ഒരു ശരീരവുമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതിന് പകരം അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെയും അദ്ദേഹത്തിൻ്റെ കലാപരമായ നിർമ്മിതികളെയും അങ്ങനെയുള്ള അതിനെ ആദരിച്ചുകൊണ്ട് കോട്ടയത്തെ കാനായി ഫാൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ കാനായി സൗഹൃദ കൂട്ടായ്മ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രിയ സഹധർമ്മിണിക്കും ഒരു ഉപഹാരം നൽകുകയാണ്. ഞാനത് വായിക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. വിശ്വോത്തര ശില്പി ശ്രീ കാനായി കുഞ്ഞിരാമനും സഹധർമ്മിണി ശ്രീമതി നളിനി കാനായിക്കും അക്ഷര നഗരിയുടെ ആദരം. ഇന്ത്യയിലെ പൊതുശില്പകലയുടെ ആചാര്യനായ ശ്രീ കാനായി കുഞ്ഞിരാമൻ ശില്പകലയെ ജനജീവിതത്തിൻ്റെയും പരിസ്ഥിതിയുടെയും ഭാഗമാക്കിയ പ്രഗത്ഭ കലാകാരനാണ്. കേരളത്തിലെ ജനങ്ങളുടെ സാംസ്കാരിക ബോധത്തെയും ദൃശ്യ സംസ്കൃതിയെയും മണ്ണിൽ ഉറപ്പിച്ച് പുതുക്കിയ ശില്പിയാണ് കാനായി. ബൃഹത് ശില്പങ്ങളിലൂടെ സമൂഹത്തിൻ്റെ പരമ്പരാഗത മാനസിക നിലയെയും ചിന്താഗതിയെയും ഞെട്ടിപ്പിക്കുകയും തിരുത്തുകയും ചെയ്ത അതുല്യ പ്രതിഭയായ കാനായി മാമൂലുകൾക്കും പരമ്പരാഗത പൊതു ചിന്താധാരകൾക്കും അതീതമായി തൻ്റെ ബോധ്യങ്ങളിലും കലാ ആവിഷ്കാരങ്ങളിലും കരുത്തോടെ ഉറച്ചു നിൽക്കുന്ന അനന്യ വ്യക്തിത്വമാണ്. ശില്പകലയുടെ അപൂർവ വൈദഗ്ധ്യം, സർഗാത്മകത, ധീരമായ നിലപാട്, സ്വാതന്ത്ര്യബോധം, ഉദാത്തമായ മാനുഷിക ഭാവം, ആർദ്രത, പ്രകൃതിയോടുള്ള അദമ്യമായ ആദരവ് എന്നിവ കാനായിയുടെ ജീവിതത്തിൻ്റെയും കലാ ആവിഷ്കാരത്തിൻ്റെയും ചാരുതയാണ്. കേരളീയ സംസ്കാരത്തിൻ്റെ കാവൽ ദേവത എന്ന് വിശേഷിപ്പിക്കാവുന്ന മലമ്പുഴയിലെ യക്ഷി, കൊച്ചിയിലെ മുക്കോല പെരുമാൾ, ശംഖുമുഖത്തെ സാഗരകന്യക, വേളിയിലെ ശില്പഗ്രാമം, കോട്ടയത്തെ അക്ഷരശില്പം തുടങ്ങിയ ബൃഹദാരക ശില്പങ്ങൾ അതത് സ്ഥലങ്ങളെ പ്രകൃതിയുടെ ഭാഗമാക്കിയും ജനകീയമാക്കിയും കേരളത്തിൻ്റെ പൊതുകലാബോധത്തെ പുതുക്കിപ്പണിയുകയും ചെയ്ത ശില്പിയും ചിത്രകാരനും കവിയുമായ കാനായി കലാലോകത്തെ അതുല്യ പ്രതിഭയും മലയാളിക്ക് എന്നും അഭിമാനവുമാണ്. പുതുതലമുറയിലെ അനേകം കലാകൃത്തുക്കൾക്ക് പ്രചോദനവും ആവേശവും കരുതലും ആധുനിക കലാസങ്കല്പങ്ങളും സമ്മാനിച്ച കലാപ്രതിഭാശാലികളിൽ പ്രമുഖനായ കാനായി ശില്പങ്ങളിൽ കവിതയും കവിതയിൽ ശില്പങ്ങളും വിരയിച്ച മലയാളത്തിൻ്റെ കർമ്മനിരതനായ മഹാശില്പിയാണ്. എങ്ങനെയാണോ കല കാനായിയുടെ ജീവിതത്തിൻ്റെയും ആത്മാവിൻ്റെയും ഭാഗമാകുന്നത്, അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി നളിനിയും. അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിൻ്റെ ശക്തിയും പിന്തുണയും എല്ലാമാണ് നളിനി. കാനായിയുടെ കലാവിഷ്കാരങ്ങളുടെ പൂർത്തീകരണം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ സർഗാത്മക ശക്തി സ്രോതസ്സായ നളിനിയിലൂടെയാണ് എന്ന് വിശേഷിപ്പിക്കാം. ശ്രീ കാനായി കുഞ്ഞിരാമനും ശ്രീമതി നളിനി കാനായിക്കും കോട്ടയത്തെ കാനായി സുഹൃത്തുക്കളും ശിഷ്യരും ചേർന്ന് സമർപ്പിക്കുന്ന പ്രശസ്തി പത്രം. കോട്ടയം കാനായി സൗഹൃദ സമിതി കൂട്ടായ്മയ്ക്ക് വേണ്ടി ഫാദർ ഡോക്ടർ KM ജോർജ്, എബ്രഹാം ഇട്ടിച്ചെറിയ, ഫാദർ റോയി തോട്ടം, SJ മാത്യൂസ് വാരത്തെ. ഈ പുരസ്കാരം സമർപ്പിക്കുന്നതിന് ആദ്യം നളിനി കാനായി വേണം ഇത് ഏറ്റുവാങ്ങാൻ.
അത്ര മനോഹരമായിട്ട് ആ പ്രശസ്തി പത്രം എഴുതിയത് നമ്മുടെ ബഹുമാന്യനായ ഫാദർ റോയി തോട്ടമാണ്. അച്ഛനെ ഒന്ന് കാണട്ടെ എല്ലാവരും. അതിമനോഹരമായിട്ട് അച്ഛൻ എഴുതുകയാണ്. അച്ഛൻ വളരെ പ്രഗത്ഭനായ ഒരു ചിത്രകാരൻ കൂടിയാണ് കേട്ടോ. അടുത്തത് നമ്മുടെ ആശംസാ സന്ദേശങ്ങളാണ്. ഡോക്ടർ ചെറിയാൻ ഈപ്പൻ, അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കും. ആദരണീയരായ അധ്യക്ഷവേദിയിലിരിക്കുന്ന എല്ലാവർക്കും പലർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഇവിടെ വന്നത് യാദൃച്ഛികമായാണ്. ഫാദർ കെ എം ജോർജ് അദ്ദേഹം എന്നോട് ഇവിടെ വരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഇതുമായി എന്ത് ബന്ധമാണുള്ളതെന്ന് പെട്ടെന്ന് ആലോചിച്ചു. അദ്ദേഹത്തിൻ്റെ ഗുരുവുമായി എനിക്കുണ്ടായിരുന്ന ചില ബന്ധങ്ങളായിരിക്കാം വീണ്ടും ഒരു 19 കൊല്ലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സംരംഭത്തിന് ഈ കോട്ടയം പട്ടണത്തിൽ എന്നെ ഇവിടെ കൊണ്ടുവരാൻ സാധിപ്പിച്ചത് എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇവിടെ ഈ കോട്ടയത്ത് തിരുനക്കര അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലുള്ള 2 വീടുകളാണ്. ഒന്ന് KPS മേനോൻ്റെ വീടും ഒന്ന് എൻ്റെ വീടും. അവിടെയാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ഇവിടെ വന്ന് KPS മേനോനുമായി യാതൊരു ബന്ധവുമില്ലാതെ ഇരുന്ന ഒരു കാലഘട്ടത്തിൽ മോസ്കോയിൽ വെച്ച് ഒരു വർത്തമാനത്തിൽ എന്നോട് പറഞ്ഞു, ചെറിയാൻ, കോട്ടയം നെവർ ഗ്രോസ്, ഒരിക്കലും ഇത് വളരുന്നില്ല എന്നുള്ള രീതിയിൽ. ഇത് പറഞ്ഞൊരു 45 കൊല്ലങ്ങൾ മുമ്പാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ കാണുന്നത് ഇതുപോലൊരു സംരംഭം എത്രയോ മഹാനായ കനായ് കുഞ്ഞിരാമൻ അദ്ദേഹവും അതുപോലെ തന്നെ ഡോക്ടർ ഗുഡ്വിൻ ലോണർ അവരുടെ പ്രസംഗം നിങ്ങൾ കേട്ട് കാണുമല്ലോ. എത്രയോ പിന്നെ ഈ കലാരംഗത്ത് എത്രയോ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പെയിൻ്ററാണ്. അവരെല്ലാം ഇവിടെ വന്ന് ഇങ്ങനൊരു സംരംഭം ഉണ്ടാവുകയും ഇതുപോലത്തെ ആൾക്കാർ കൂടുകയും ചെയ്ത അവസരത്തിൽ എനിക്ക് ഒരു 2 വാക്ക് പറയുവാനുള്ള അവസരം തന്നതിന് ജോർജ് അച്ഛനെ ഞാൻ നന്ദി പറയുന്നു. ഒരു കാര്യം മാത്രം പറയാം. മോസ്കോയിൽ റൂബ്ലെവ് എഴുതിയ ട്രിനിറ്റി ഐക്കോണിൻ്റെ മുമ്പിലൊക്കെ ഞാനും പോയി ചില മണിക്കൂറുകൾ ഇരുന്ന് നോക്കിയിട്ടുണ്ട്. ഇതെന്താണ് ഇതിനകത്തുള്ള ഒരു പ്രാധാന്യം എന്താണ് ആദ്യമൊന്നും മനസ്സിലാകാതെ ഇരുന്ന അവസരങ്ങളിൽ വളരെയധികം കോൺസെൻട്രേഷൻ കൊടുത്ത ഒരു സമയത്ത് ആ പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക്, എസ്പെഷ്യലി ഓർത്തഡോക്സ് പള്ളിയിൽ പോകുന്ന ആൾക്കാർക്ക് ഈ ഐക്കോണിനോടുള്ള സ്നേഹം വളരെ വലുതാണ്. അതൊരു ചിത്രകലയായിട്ടല്ല അവർ കാണുന്നത്, അത് ദൈവത്തിൻ്റെ ഒരു പ്രതിരൂപമായി മാറിയ ഒരു ചിത്രമാണ്, അല്ലെങ്കിൽ ഐക്കോണാണ്. പിന്നെ 2ാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ പട
മോസ്കോ ചുറ്റി ഏതാണ്ട് 10-28 കിലോമീറ്റർ വരെ എത്തിയപ്പോൾ മോസ്കോയ്ക്ക് ചുറ്റും കസാൻസ്കി ബോഷമാചരി എന്ന് പറഞ്ഞ ഒരു ഐക്കോണും കൊണ്ട് വിശുദ്ധർ നടന്നു. ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് ജർമ്മൻ പട്ടാളം പുറത്തേക്ക് പോയത്. അപ്പോൾ പുറകോട്ട് ഓടിപ്പോയാൻ കാരണക്കാരൻ അതാണെന്ന് മോസ്കോയിലുള്ള പലരും വിശ്വസിക്കുന്നു. ഞങ്ങളൊക്കെ ആ കാലത്ത് അതൊന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ കുറേ നാൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞ് അവരുടെ വിശ്വാസവും അവരുടെ ചിത്രകലയും അവരുടെ ഐക്കോണിനുള്ള സ്നേഹവും ഒക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തോ ചില കാര്യങ്ങളുണ്ട്. ഈ അച്ഛൻ്റെ ഈ പെയിൻറ്റിങ്ങിൻ്റെ പേര് വളരെ ആരും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ട് ചിന്തിച്ചാണ് വളരെ പറഞ്ഞു കഴിഞ്ഞു. 2 ന്യൂറോൺസിൻ്റെ ചേർച്ച. അച്ഛൻ്റെ ആ ഏറ്റവും മാസ്റ്റർ പീസായിട്ടുള്ള പെയിൻറ്റിങ്ങിൽ കാണുന്ന ആ മത്സ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നത് അത് കോവിഡ് കാലത്ത് അദ്ദേഹം വരച്ച ഒരു പെയിൻറ്റിങ്ങാണ്. പലരും പല സ്ഥലത്തും സ്റ്റാൻഡേർഡായി. ഞാൻ ലോസ് ആഞ്ചലസിൽ സ്റ്റാൻഡേർഡായി. ഒരു 2-3 ഒരു കൊല്ലത്തേക്കൊന്നും പോകാൻ നിവൃത്തിയില്ലാത്ത രീതിയിലൊക്കെയുള്ളത്. അപ്പോഴൊക്കെ പലതും ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെ അച്ഛനാ കാലത്ത് വരച്ചിട്ടുള്ള പടങ്ങളാണ് മിക്കവാറും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ അതിൻ്റെ വാസ്തുശില്പത്തെക്കുറിച്ചും അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. എനിക്ക് ഇവിടെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. പല ആൾക്കാരെയും മൈക്കലാഞ്ചലോയും ഒക്കെ ആ പള്ളി പ്രശംസിച്ചു, മുമ്പോട്ട് കൊണ്ടുവന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓർത്തഡോക്സ് പള്ളിയും അദ്ദേഹത്തെ മുമ്പോട്ട് കൊണ്ടുവരാൻ ഉള്ള ശ്രമം അല്ലെങ്കിൽ അതിനുള്ള തൻ്റെ ഇടം കാണിക്കണമെന്നാണ് ഞാൻ കാണുന്നത്. ഒരു അച്ഛനായതുകൊണ്ടോ അല്ലെങ്കിൽ പുരോഹിതനായതുകൊണ്ട് ബാക്കിയുള്ളവരുടെയൊക്കെ താഴെയാണ് എന്ന് പള്ളി കാണാൻ പാടില്ല. അതിനേക്കാളൊക്കെ എത്രയോ ഉപരിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഫാദർ ഡോക്ടർ കെ.എം. ജോർജ്. അദ്ദേഹത്തെ നമുക്ക് തീർച്ചയായിട്ടും ഈ കോട്ടയത്തിന്, ഈ കേരളത്തിന്, ഒരു പറഞ്ഞതുപോലെ ലോകത്തിന് മുഴുവനും ഒരു ദാർശനികനായി കിട്ടിയതിൽ നമുക്കുള്ള അഭിമാനമുണ്ട്. അതിനൊക്കെയുള്ള സന്തോഷമുണ്ട്. ഞാൻ എല്ലാ ആശംസകളും ഈ പ്രോഗ്രാമിനും ഈ ഒരാഴ്ച നടക്കാൻ പോകുന്ന എക്സിബിഷനും നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആശംസ അർപ്പിക്കുന്നത് ഡോക്ടർ പോൾ മണലിൽ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ അബ്രഹാം ടീച്ചറെയും വേദിയിലും സദസ്സിലും ഉപരിഷ്ടായിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ഓർത്തിരുന്നത് 2 മിനിറ്റ് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസാരിക്കുന്നില്ല. എങ്കിലും നമ്മളെല്ലാവരും കെ.എം. ജോർജിനെ കാണുന്നത് നമ്മൾ ആനയെ കാണുന്ന പോലെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചിലർ അദ്ദേഹത്തെ കവിയായിട്ടും, ചിലർ അദ്ദേഹത്തെ വൈദികനായിട്ടും, ചിലർ അദ്ദേഹത്തെ വേദശാസ്ത്രജ്ഞനായിട്ടും, ചിലർ അദ്ദേഹത്തെ പ്രഭാഷകനായിട്ടും, ചിലർ അദ്ദേഹത്തെ ചിന്തകനായിട്ടും ഒക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തെ കലാകാരനായിട്ടും നമ്മൾ കാണുന്നു. ഏതാണ് അച്ഛൻ നമ്മൾ അച്ഛനെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഓരോ ഭാവങ്ങളും നമുക്ക് ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. കുറേ അതിൻ്റെ പ്രൊഫഷനിൽ നിന്ന്
ഞാൻ കുറേ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇവിടെ അദ്ദേഹത്തിൻ്റെ ചിത്രകലയെ പറ്റി പറയുമ്പം രണ്ട് കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവർക്കുള്ള അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ചിത്രകല, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഫ്രാൻസിലാണ് അദ്ദേഹം പഠിച്ചതും അദ്ദേഹം അവിടുത്തെ ഇംപ്രഷൻസുമായിട്ട് അദ്ദേഹം കൂടുതൽ ബന്ധപ്പെട്ട് അദ്ദേഹം കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ചിത്രകലയിലെ പ്രധാന അംശം എന്ന് പറയുന്നത് ഒരു ഇംപ്രഷനിസത്തിൻ്റെ ഒരു അംശം അതിനകത്തുണ്ട്, എലിമെൻ്റ് ഓഫ് ഇംപ്രഷൻസും ഉണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഒരു തിയോളജിക്കൽ ഇംപ്രഷൻസത്തിൻ്റെ ഒരു മാതൃക, അങ്ങനെ ഒരു കലാകാരൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കൂടി അത്തരം ഒരു ആശയം ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് അറിയാം ഈ ഇംപ്രഷനിസത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ അച്ഛൻ്റെ ചിത്രങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ, ഇവിടുത്തെ എക്സിബിറ്റ് ചിത്രങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ നിത്യജീവിതത്തിൻ്റെ അത് ചില പാർശ്വവീക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ പ്രകൃതിയാണ്, അല്ലെങ്കിൽ പ്രപഞ്ചമാണ്. ഇത് തന്നെയാണ് 19-ാം നൂറ്റാണ്ടിലെ ആ ഒരു കലയിലെ പ്രത്യേക ശാഖയുടെ ഒരു പ്രത്യേകത അത് തന്നെയായിരുന്നു. ഈ നിത്യജീവിതത്തിൻ്റെ ചില പാർശ്വവീക്ഷണങ്ങളും അതിൻ്റെ പ്രകൃതിയും ഒക്കെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അച്ഛൻ ഈ ഇംപ്രഷൻസും ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ കലയിൽ മറ്റൊരു പരിപ്രേക്ഷ്യമായിട്ടുള്ള എക്സ്പ്രഷൻസത്തിൻ്റെ ഒരു ശൈലി. നമുക്കതിനകത്ത് ഉള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ആ ശൈലിയിൽ നിന്ന് അച്ഛൻ അതും കൂടി അതിനകത്ത് സന്നിവേശിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അതേപ്പറ്റി സൂക്ഷ്മമായിട്ട് എനിക്ക് പറയാൻ കഴിയത്തില്ല. കാരണം അത്ര ഞാനൊരു കലാകാരനോ ചിത്രകാരനോ അല്ല. പക്ഷേ അച്ഛൻ്റെ ഈ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ ഇന്നർ ഫീലിങ്സ് അതിനകത്ത് ധാരാളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അച്ഛൻ്റെ മനസ്സ് പലപ്പോഴും നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അച്ഛൻ്റെ ആഗണി, അച്ഛൻ്റെ പ്രതീക്ഷകൾ, അച്ഛൻ്റെ ആകുലതകൾ, ഇതെല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഈ ഇന്നർ ഫീലിങ്സ് കൂടെ ചേരുമ്പോഴും അതിനകത്ത് ഐഡിയാസ് കൂടെ ചേരുമ്പോഴാണ് ഈ അച്ഛൻ്റെ ഈ ചിത്രകല പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് അച്ഛൻ്റെ ഒരു ചിത്രകാരൻ എന്ന നിലയിൽ ഒരു വ്യത്യസ്തമായ ഒരു സരണിയാണ് അച്ഛനിപ്പോൾ ഇവിടെ കെട്ടിപ്പടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടെ പലരും പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ അതെനിക്ക് പ്രത്യേകമായിട്ട് എടുത്ത് പറയാനുള്ളൊരു കാര്യം, ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് കൂടുതലായിട്ട് അച്ഛൻ ഈ ബിംബകൽപ്പനകൾ വളരെയധികം മനോഹരമായ രീതിയിൽ അതിനകത്ത് ഘടിപ്പിക്കാനും സന്നിവേശിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അത് എന്നെ കൂടുതൽ ആകർഷിച്ചത് അതിനകത്ത് മത്സ്യങ്ങൾ, അതേപോലെ ഒച്ച് ഉണ്ട് അതിനകത്ത്, അതുപോലെ കണ്ണ് ഉണ്ട്. അതേപോലെ അപ്പോൾ അതിനകത്ത് നമ്മൾ സൂക്ഷ്മമായിട്ട് ഞാൻ കുറേ ദിവസമായിട്ട് ഈ പ്രൊഫഷണൽ തിരിച്ചു നോക്കുക, അതായത് അമൂർത്തമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളെ സമൂർത്തമാക്കുന്ന തരത്തിലുള്ള ബിംബകൽപ്പനകൾ അദ്ദേഹം അതിനകത്ത് അവതരിപ്പിക്കുന്നു. അതിൽ നാം ബിംബകൽപ്പനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന 3 കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, ആഴത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ദൈവികമായ അനുഭവം അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് ആഴത്തിലുള്ള ജീവിതാനുഭവം അതിനകത്തുണ്ട്. മൂന്നാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് ആഴത്തിലുള്ള മതാനുഭവം. ഈ 3 കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങളിലെ ഈ ബിംബങ്ങളിൽ കൂടി അദ്ദേഹം അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും, ഈ ആശയം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അത്തരം ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് തിയോളജിക്കൽ ഇംപ്രഷനിസം എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ ചിത്രങ്ങൾക്കെല്ലാം അതിനകത്ത് കെ.എം. ജോർജിൻ്റെ ഈ പറയുന്ന ക്രിസ്തു ദർശനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആഴത്തിലുള്ള അനുഭവം ഈ ചിത്രങ്ങളിലെല്ലാം, ഏത് ചിത്രം അവിടെ നോക്കിയാലും അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം വളരെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹം ഇതിനകത്ത് വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളതിനെ മതപരമായിട്ടല്ല കാണേണ്ടത്. ക്രൈസ്തവ ചിന്തയുടെയും വിശ്വാസത്തിൻ്റെയും തത്വവിചാരത്തിൻ്റെയും ആവിഷ്കരണത്തിന് ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹം ബിംബങ്ങളെ, മത്സ്യത്തെ അദ്ദേഹം, അല്ലെങ്കിൽ ആദിമസഭയിൽ ഈ ക്രിസ്തു മതത്തെയും ക്രിസ്തുവിനെയും സൂചിപ്പിക്കുന്നതിന് മത്സ്യം, പ്രാവ്, ചിത്രശലഭം, അതേപോലെ ആട്ടിൻകുട്ടി, പെലിക്കൻ പക്ഷി, ഇങ്ങനെ പല ബിംബങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്നെ കൂടുതൽ ആകർഷിച്ചത് അച്ഛൻ്റെ ഈ ചിത്രങ്ങളിലെ മത്സ്യങ്ങളാണ്. മത്സ്യങ്ങൾ ഒരു വലിയ അഗാധമായ ഒരു ആശയമാണ് അതിനകത്ത് പറയുന്നത്. നമ്മുടെ ചിത്രകലയിൽ ഇവിടെ ധാരാളം ആളുകളുണ്ട് അതേപ്പറ്റി അറിയാവുന്നത്. അതിനകത്ത് മത്സ്യത്തെ നമ്മൾ കൂടുതലായിട്ട് നമ്മളതിനെ അവതരിപ്പിക്കുന്നത് യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനും രക്ഷിതാവുമാണെന്ന ഒരു സങ്കല്പമാണ് ചിത്രകലയിൽ. അത് ആദിമ നൂറ്റാണ്ട് മുതൽ
ഉള്ള സങ്കല്പം അതാണ്. മത്സ്യത്തെ പറ്റിയുള്ള സങ്കല്പം, മത്സ്യം ബിംബത്തെ പറ്റിയുള്ള സങ്കല്പം, ആ ഒരു ഒരു ബിംബകൽപ്പന അച്ഛൻ്റെ ഇവിടുത്തെ ഓരോ ചിത്രം ധാരാളം മത്സ്യത്തെ അധിഷ്ഠിതമായിട്ട് ധാരാളം ചിത്രങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയാനൊന്നും അതേപ്പറ്റി സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞല്ലോ, ഇവിടെ ചെറിയാനിപ്പൻ പറഞ്ഞു വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ശരീരമായി വെളിച്ചത്തെ അന്വേഷിക്കുന്ന. അപ്പോൾ ഇമിഗ്രേഷൻ എന്ന് പറയുന്ന കുട്ടികൾ പോകുന്ന ആ ചിത്രത്തിൽ പോലും അതിനകത്ത് ഒരു മത്സ്യം ഇങ്ങനെ എന്താണ് സമുദ്രത്തിൽ നിന്നും ആകാശത്തേക്ക് ഇങ്ങനെ ചലിക്കുകയാണ്. അപ്പം ഈ മത്സ്യം എന്ന് പറയുന്നത് നമ്മളെ നിരന്തരം ജലത്തിൽ ജീവിക്കുന്ന ജീവിയാണ്. അത് നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് അച്ഛൻ്റെ ചിന്തയുടെ ഒരു വലിയ പ്രകാശം എന്ന് പറയുന്നത്. നിരന്തരം മത്സ്യത്തെ അങ്ങനെ ഒരു ആഴത്തിലുള്ള ഒരു ക്രിസ്തീയ അനുഭവത്തിൽ അതിൻ്റെ ഒരു ബിംബമായി സ്വീകരിക്കുകയും അതിൽ നിന്ന് നമുക്ക് ഒരു ക്രിസ്തീയ അനുഭവം മാത്രമല്ല നമ്മൾ നവീകരിക്കുക. അപ്പോൾ ഉത്തമ കല എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിനെ നവീകരിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് അദ്ദേഹം ധാരാളം ചിന്തിക്കാനും പഠിക്കാനുമുണ്ട്. ഇപ്പം മീനാക്ഷിയിൽ പോലും മീനാക്ഷിയുടെ തുറന്നിരിക്കുന്ന കണ്ണാണ്, അത് ഒരു മനുഷ്യത്തിൻ്റെ കണ്ണാണ്. വളരെ എന്നെ ആകർഷിച്ച ചിത്രമാണ്. അതേപോലെ തന്നെ മനുഷ്യൻ്റെ അവസ്ഥയെപ്പറ്റി പറയുന്ന ഒന്ന്. അപ്പം ഇങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതേപ്പറ്റി കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ഈ ചിത്രങ്ങളെല്ലാം നമുക്ക് ഒരു കലാകാരൻ എന്ന നിലയിൽ ആഴത്തിലുള്ള മനുഷ്യ സ്നേഹത്തിലേക്കും ഒരു മനുഷ്യാനുഭവത്തിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി നമ്മളെ മാടി വിളിക്കുന്ന കുറേ ചിത്രങ്ങളാണ് ഇവിടെ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനകത്തെ പല ചിത്രങ്ങളും, പിന്നെ ഇപ്പം മത്സ്യം മാത്രമല്ല, ഒച്ച് തന്നെ ഇതിനകത്ത് ഒച്ചിൻ്റെ ഉയർപ്പിൻ്റെ പ്രതീകമായിട്ടാണ് ഒച്ചിനെ നമ്മൾ കലാകാരന്മാർ കാണുന്നത്. അങ്ങനെ ഓരോ കണ്ണ് ഇങ്ങനെ പല ബിംബങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അച്ഛൻ്റെ മനസ്സിലുള്ളത്, അച്ഛൻ ഇതെല്ലാം അൺഫിനിഷ്ഡ് ആയിട്ടുള്ള വർക്കായിട്ട് ഇവിടെ കാനായി കുഞ്ഞിരാമൻ പറയുന്നുണ്ട്. അത് പലതും അതാണ്. അത് ഈ പറയുന്ന ഈ എക്സ്പ്രഷൻസിൻ്റെയൊക്കെ ഒരു ശൈലിയാണ്. എല്ലാം പൂർത്തിയാക്കത്തില്ല. അല്ലെങ്കിൽ അതിങ്ങനെ ഇപ്പം സൺ ഓഫ് പിന്നെ ദൈവപുത്രൻ എന്നൊരു സങ്കല്പം ഒരു ചിത്രമുണ്ട്. അപ്പോൾ അത്തരം ഒരു ഭാരതീയനായ, എനിക്ക് തോന്നുന്നു നമ്മുടെ നന്ദലാൽ ബോസ് ഭാരതീയനായ ക്രിസ്തുവിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിലാണെങ്കിൽ ഒരു ഭാരതീയനായ ക്രിസ്തുവിനെ അവതരിപ്പിച്ചിട്ടുള്ള ഞാൻ ചിത്രങ്ങൾ കണ്ടു. സത്യവാൻ കോട്ടാക്കളുടെ ഒരു പെയിൻറ്റിങ് ഞാൻ കണ്ടു, ഒരു ഡ്രോയിങ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അച്ഛൻ്റെ ഈ ചിത്രം സൺ ഓഫ് മാൻ, ഭാരതീയനായ ഒരു ക്രിസ്തുവിനെ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഒരു സാൽവേഷൻ്റെയും ഒരു മുക്തിയുടെയും ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെയും ചില ആശയങ്ങൾ, അംശങ്ങൾ അദ്ദേഹം തൻ്റെ ചിത്രങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് അത്തരം ചിത്രങ്ങൾ അവതരിപ്പിക്കുകയും ഒരു പുതിയ ഭാവുകത്വം അച്ഛൻ നമുക്ക് കോട്ടയം നിവാസികൾക്ക് മാത്രമല്ല കേരളത്തിന് അദ്ദേഹം സമ്മാനിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞങ്ങളെല്ലാം അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ആശംസ അർപ്പിക്കുന്നത് ആർട്ടിസ്റ്റ് ഉദയകുമാർ. അത് കഴിഞ്ഞാൽ അച്ഛൻ്റെ നന്ദി പ്രകാശനം. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉദ്ഘാടനം ക്യാൻവാസിലെ ചിത്രങ്ങൾ വരയ്ക്കുന്നതാണ്. എല്ലാവരും അതിനകത്ത് പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ ഉദയകുമാറിനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, കെ.എം. ജോർജ് അച്ഛൻ്റെ ചിത്രങ്ങൾ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. വളരെ മനോഹരമായ ചിത്രങ്ങളാണ് ഒട്ടുമിക്കതും. അതുപോലെ തന്നെ ആ ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റും വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ പ്രത്യേകിച്ചും ആ ലാൻഡ്സ്കേപ്പുകളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആ രീതി വളരെ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളെ ആഴത്തിൽ അടയാളപ്പെടുത്തുന്ന ഒട്ടേറെ ചിത്രങ്ങൾ നമുക്ക് അതിൽ കാണാൻ പറ്റും. അതുപോലെ ഈ പ്രദർശനത്തിന് ഞാൻ കാണുന്ന മറ്റൊരു പ്രത്യേകത, നമ്മൾ സാധാരണ കോട്ടയത്തെ പ്രദർശനങ്ങളിൽ മിക്കവാറും ഈ എക്സിബിഷൻ ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കുന്നത് ചിത്രകലയുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കും. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ കോട്ടയത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വളരെയധികം ആൾക്കാർ, വളരെയധികം വലിയ വ്യക്തിത്വങ്ങൾ ഇവിടെ വരികയും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സമൂഹം തന്നെയാണ് ഇതുപോലുള്ള പ്രദർശനങ്ങൾ കാണേണ്ടത്. എങ്കിൽ മാത്രമേ ഈ ചിത്രകലയ്ക്ക് സാമാന്യ ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ പ്രചാരം ലഭിക്കുകയുള്ളൂ. എന്തായാലും അച്ഛൻ്റെ ചിത്രങ്ങൾ വളരെ മനോഹരമായിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ ഈ പ്രദർശനം ഇവിടം കൊണ്ട് പിന്നെ ഈ കോട്ടയത്ത് മാത്രം ഒതുക്കാതെ മറ്റ് ജില്ലകളിലും എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളിലും ഇത് നടത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അച്ഛൻ്റെ ഈ പ്രദർശനം എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പ്രകാശനത്തിന് KM ജോർജ് അച്ഛനെ ക്ഷണിക്കുന്നു. ഞാൻ ഒറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഹൃദയം നിറഞ്ഞ് കവിയുന്നു. ഈ പ്രദർശനം ഞാനൊരിക്കലും വാസ്തവത്തിൽ സങ്കല്പിച്ചതല്ല. 70 വയസ്സായപ്പോൾ എനിക്കൊരു അനാഥത്വം നേരിട്ടു. ജീവിതത്തിൻ്റെ അർത്ഥം തേടിക്കൊണ്ട് തിയോളജി പഠിക്കാനും ആധ്യാത്മിക രംഗത്തേക്ക് പോകാനും ഒക്കെ ശ്രമിച്ച ഒരു ചെറുപ്പക്കാരന് 70 വയസ്സായപ്പോഴും അതേ അർത്ഥശൂന്യതയും അർത്ഥാന്വേഷണത്തിന് വേണ്ടിയുള്ള ഒരു ത്വരയും നഷ്ടപ്പെടാതെ നിന്നു. അപ്പോഴാണ് എനിക്കൊരു ഗുരുവിനെ കിട്ടുന്നത് കലാലോകത്ത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവിടെ അക്ഷരശില്പം പണിയാൻ വന്ന പ്രിയപ്പെട്ട കാനായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഗുരുവായി, ആചാര്യനായി. ആത്മഹത്യയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരുന്നവർക്ക് അദ്ദേഹം വലിയ ഒരു ബലമായി നിന്നു. അത് ഞാൻ എങ്ങനെ വന്നു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ ഗുരുവിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. ഗുരു ഇങ്ങനെ വന്ന് വീഴും. നമുക്ക് സാത്വികനായ വലിയ താപസന്മാരുടെ കഥകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏതാണ്ടൊരു ആധ്യാത്മികമായ അർത്ഥത്തിൽ ഒരു മഹാതാപസനായി ഈ 80-ാം വയസ്സിന് അടുക്ക വന്നപ്പോഴും ഈ 35 അടി ഉയരത്തിലുള്ള അമ്മശില്പത്തിൻ്റെ മുകളിൽ കയറി ആ മുഖത്ത് അമ്മയുടെ മുഖം തടവുന്ന ആ ശില്പി ഞാൻ ഓർക്കുന്നു. അങ്ങനെ സ്നേഹപൂർവ്വം തടവിയാണ് നിങ്ങൾ കാണുന്ന ആ ശില്പം അവിടെ വന്നത്. അല്ലാതെ വലിയ ശക്തിയേറിയ അഗ്രസീവായിട്ടുള്ള പ്രവർത്തനം കൊണ്ടല്ല അത് വന്നത്. ആ സ്നേഹത്തിൻ്റെ ആ തലോടൽ, ആ തടവൽ നമുക്കെല്ലാവർക്കും അദ്ദേഹം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കോട്ടയത്തിന് അത് എത്ര പ്രിയങ്കരനായത്. ഇവിടെ എബ്രഹാം ഇട്ടിച്ചെറിയ സാറ് വാസ്തവത്തിൽ ഒരു വലിയ ഭാഗ്യവാനാണ്. അദ്ദേഹം ഈ കനായി സാറിനെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ ഇത് ഒരു എക്സിബിഷൻ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ സാർ തന്നെ ഇവിടെ പറഞ്ഞു, ഒരു കണ്ടീഷനും ഇല്ല, അച്ഛനങ്ങ് നടത്തിക്കുമോ, ഞങ്ങളുടേതാണ് എന്ന് അദ്ദേഹം അതങ്ങ് ഏൽക്കുകയായിരുന്നു. അതെന്തൊരു സന്തോഷമാണ് ലഭിച്ചത്. നമ്മുടെ മാത്യു സോരത്തേലാണ് ഇതിൻ്റെ ക്യൂറേറ്ററായിട്ട്, പ്രധാന ക്യൂറേറ്ററായിട്ട് പ്രവർത്തിച്ചത്. റോയിച്ചനും ഞങ്ങളെല്ലാം കൂടെ നിന്നു. അപ്പോൾ ഇവിടെ ഒരു സിനിമാ തരംഗം, പുതിയ സിനിമകളുടെ ഒരു തരംഗം സൃഷ്ടിക്കാനായിട്ട് അതിനും എബ്രഹാം ഇട്ടിച്ചെറിയ സാർ കൂടെ നിന്നു. അപ്പോൾ ഇത് മുമ്പ് പറഞ്ഞൊരു ഹബ്ബാണ്, ഒരു കൾച്ചറൽ ഹബ്ബായിട്ട് കോട്ടയം പബ്ലിക് ലൈബ്രറി മാറുന്നു. അതിന് വലിയ സന്തോഷം നമുക്കുണ്ട്. ഞാൻ എൻ്റെ ഒരു ദീർഘകാല സുഹൃത്താണ്, പിന്നെ ലോങ് ടൈം ഫ്രണ്ട് ഡോക്ടർ ഗുഡ്രൂൺ ലേണർ ഫ്രം ജർമ്മനി. ഷീ ഹാഡ് come to the seminary when I was principal to give lectures, and I knew her interest in art and her deep insight into the mystery of art. So when I invited her without any condition, she decided to come just for this. You know, it's a great sacrifice. Thank you very much. I have my friends here. നമ്മുടെ ഉദയൻ സാർ എന്ന് പറഞ്ഞതുപോലെ കോട്ടയത്തെ എല്ലാ കലാ സൃഷ്ടികൾക്കും അദ്ദേഹം അതിന് പുറകിലുണ്ട്. ഞാൻ എപ്പോഴും കാണുന്നത്, ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോഴെല്ലാം അത് കാണുന്നതിന് എനിക്കൊരു പ്രചോദനമാണ്. അത് എനിക്ക് സന്തോഷം. ഉദയൻ സാർ ഇവിടെ വന്നു. ഡോക്ടർ ചെറിയാനീപ്പൻ, അദ്ദേഹം ഈ പല രംഗങ്ങളിലും, അത് റഷ്യയിലെ അനുഭവം, സോവിയറ്റ് യൂണിയനിലെ അനുഭവം അദ്ദേഹത്തിനുണ്ട്, ആഴമായ അനുഭവമുണ്ട്, അമേരിക്കയിലെ അനുഭവമുണ്ട്, പിന്നെ എത്രയോ രാജ്യങ്ങളിലെ അനുഭവങ്ങളെല്ലാം ഉണ്ട്. അത് മനുഷ്യ സ്നേഹത്തിലൂടെ, ആർദ്രമായ മനുഷ്യ സ്നേഹത്തിലൂടെ തനിക്ക് ലഭിച്ച എല്ലാ സമ്പത്തും താനുണ്ടാക്കിയ എല്ലാ വലിയ സംഗതികളും അദ്ദേഹം വിനിയോഗിക്കുന്നു എന്നുള്ളത് ഒരു വലിയ അനുഭവമാണ്. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഒരു ആരാധകനും സ്നേഹിതനുമായി, അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടാനായിട്ട്. ഞങ്ങളുടെയൊക്കെ ഗുരുവാണ് പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനി, മഹാഗുരുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായിരുന്ന ചെറിയാൻ ഈപ്പൻ. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ട ഡോക്ടർ ചെറിയാൻ ഈപ്പനോട് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഡോക്ടർ പോൾ മണലിനോട് എനിക്ക് പ്രത്യേകമായ നന്ദിയുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം,
അഴീക്കോട് ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ച സമയത്താണ് എന്നെ അദ്ദേഹം ഹേമദണ്ഡം ചെയ്ത് നിർബന്ധിച്ച് ഇങ്ങനെ പ്രസംഗിപ്പിക്കുമായിരുന്നു. ഇവിടെ ഏതാണ്ട് 40ഓളം പബ്ലിക് ലെക്ചേഴ്സ് ഇവിടെ ആധുനിക വിചാരശില്പികൾ എന്നുള്ള പേരിൽ അദ്ദേഹം നടത്തുമായിരുന്നു. ഞാൻ വിഷമിച്ചു പോയിട്ടുണ്ട്. എൻ്റെ സഹധർമ്മിണി വലിയ കഠിനമായ രോഗത്തിൽപ്പെട്ട് ഞങ്ങൾ പലപ്പോഴും ആശുപത്രിയിലെ കീമോ വാർഡിലുമൊക്കെ ദിവസങ്ങളോളം ഞങ്ങൾ കഴിയുന്ന സമയത്തുമൊക്കെയാണ് ഈ പ്രസംഗങ്ങൾ ചെയ്യാനായിട്ട് ബോർഡ് നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. അന്ന് എനിക്ക് ഇച്ചിരി കഠിനമായിട്ട് തോന്നിയത്. പക്ഷേ പിന്നെ മനസ്സിലായി അതിൻ്റെ ഒരു മാധുര്യം. അദ്ദേഹം ഒരു പ്രോഗ്രാം തയ്യാറാക്കി അതിനുള്ള സ്ലോട്ടൊക്കെ ഇട്ടുകൊണ്ടിരും. വിഷയം ഞാൻ കണ്ടുപിടിക്കണം, ഞാൻ സന്നിഹിതനായിരിക്കണം, ഇത് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ. അങ്ങനെയാണ് 40 പ്രസംഗങ്ങൾ DC ബുക്സ് 3 വോളിയങ്ങളായിട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ബോർഡിനോട് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. പിന്നെ ഏറ്റവും അവസാനം നിങ്ങൾക്കറിയാം, നളിനി ചേച്ചിയെക്കുറിച്ച് ഇവിടെ ഞാൻ ചേച്ചി എന്ന് വിളിക്കുന്നത് ക്ഷമിക്കണം, ഞങ്ങളുടെ എല്ലാം ചേച്ചിയാണ്, ഞങ്ങളുടെ അമ്മയാണ്. അതുകൊണ്ട് പ്രായമൊന്നും നോക്കണ്ട. അതിന് ചേച്ചിയെ ഞങ്ങൾ എന്തെങ്കിലും എന്താ പറഞ്ഞ് ശരിയാണ്, കാനായി സാറിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണമെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഇത് പറയാൻ വിളിച്ചതാണ്. ഈ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച സാറിൻ്റെ പേരിലുള്ള ഞാൻ ഒന്നുണ്ടായിരുന്നു. സാറിൻ്റെ പേരിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ഗാലറി ഇവിടെ എബ്രഹാം ചെറിയ സാറിൻ്റെ നേതൃത്വത്തിൽ പബ്ലിക് ലൈബ്രറിയിൽ വന്നിരിക്കുന്നു. ആ സന്തോഷം കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു എക്സിബിഷൻ ഇവിടെ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പം പറയുക, അച്ഛൻ്റെ പ്രദർശനത്തിന് ഞാൻ വരുന്നു, ബാക്കി കാര്യങ്ങൾ നളിനി ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഫോൺ നളിനി ചേച്ചിക്ക് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ചേച്ചിയോട് ഞങ്ങളുടെ ആ ഒരു സ്നേഹം, കാരണം എനിക്ക് തോന്നുന്നു ഈ അക്ഷരശില്പത്തിലൊക്കെ ഒരു മാതൃഭാവമാണല്ലോ, അത് ആ ചേച്ചിയിലൂടെ ഞങ്ങളും അനുഭവിക്കുന്നു. വളരെ നന്ദി, സന്തോഷം. എൻ്റെ കൂട്ടുകാർ കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്. അവരെ കാർപ്പെന്നാണ് ഞങ്ങൾ പറയുന്നത്. അവരെ കമ്പനി ഓഫ് ആർട്ടിസ്റ്റ് ഫോർ റേഡിയൻസ് ഓഫ് പീസ് എന്നാണ് അവർ പോയെന്ന് തോന്നുന്നു. അവർക്ക് അവിടെ ഒരു ആർട്ട് വർക്ക്ഷോപ്പ് നടത്തുകയാണ്. എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. അത് BFAയും MFAയും ഒക്കെ കഴിഞ്ഞ് വളരെ പ്രഗത്ഭരായ കലാകാരന്മാരും കലാകാരികളുമാണ് അവരിവിടെ ഉണ്ടായിരുന്നു. അവരാണ് വാസ്തവത്തിൽ എനിക്ക് വലിയ പ്രചോദനം നൽകിയത്. മുമ്പേ പറഞ്ഞ അവർ അനാഥത്വം ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും ഇവർ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വരയ്ക്കുന്ന പടങ്ങളെ വിമർശിക്കാനും അതിനെ തിരുത്താനും പുതിയ ചില മാനങ്ങൾ കാണിച്ചു തരാനും ഒക്കെ അവരെപ്പോഴും ഒരു പരസ്പരം അസൂയയില്ലാത്ത, ഒരിക്കലും ഗോസിപ്പിലേക്ക് പോകാത്ത, എപ്പോഴും കലയെക്കുറിച്ചും അതിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ചും സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ്. അതും എനിക്ക് കിട്ടിയ വലിയൊരു ഗിഫ്റ്റാണ് എന്ന് ഞാൻ സങ്കല്പിക്കുന്ന ദൈവത്തിന് നന്ദി പറയും. ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് നന്ദി പറയാനുണ്ട്, പക്ഷേ ഞാൻ ദീർഘമായിട്ട് അതിലേക്ക് പോകുന്നില്ല. MB ജോർജ് അച്ഛനെ ഞാൻ പ്രത്യേകിച്ച്, അച്ഛൻ എല്ലായിടത്തും പറയും ഞാൻ അച്ഛൻ്റെ ഗുരുവാണെന്ന് പറയും. ഒരു തമാശയോടെ പറയുകയാണ്, ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോഴേ ആളുകൾ വലിയ ബഹുമാനമൊക്കെ എന്നോട് കാണിച്ചിട്ട് വലിയ ആദരവൊക്കെ കാണിച്ചിട്ട് പ്രസംഗമൊക്കെ കഴിയുമ്പം ഒരാൾ പറയും, മുമ്പേ ഗ്ലോറി പറഞ്ഞതുപോലെ സ്റ്റേജിൽ നിന്ന് എഴുന്നേറ്റ് അച്ഛനൊരു പാട്ട് പാടണമെന്ന് എന്നോട് പറയും. അപ്പോൾ ഇവർക്ക് അറിഞ്ഞുകൂടാ, അവർ വിചാരിക്കുക MB ജോർജ് അച്ഛനാണെന്നാണ്. ഞാൻ വിഷമിച്ചിട്ട് ഞാൻ പറയും, ഇന്നലെ എനിക്ക് ജലദോഷമൊക്കെ ഉണ്ടായി, എൻ്റെ തൊണ്ട അത്ര ശരിയല്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഉണ്ടയിട്ട് പോകാറുണ്ട്. അതുകൊണ്ട് അച്ഛൻ സൂക്ഷിക്കണം, എൻ്റെ ഗുരുവാന്നൊക്കെ ശരിയാണ്, 4 വർഷം ഞാൻ പഠിപ്പിച്ചതാണ്. പക്ഷെ അച്ഛൻ ആ കൂടെ പറയണം, സംഗീതമല്ല പഠിപ്പിച്ചതെന്നും കൂടെ പറയണം എന്നാവശ്യം. അച്ഛനോട്, നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനെ എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛനോട് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. സ്നേഹിതരോടും ഇതെല്ലാം ഫിലിം ചെയ്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ജോയിസ് തോട്ടക്കാടനോടും എൻ്റെ പ്രിയ സ്നേഹിതരോടും എല്ലാവരോടും ഫരീദ് സാറിനോടും എല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നമ്മളിത് ചിത്രം വരയ്ക്കുന്ന കാര്യമാണ്. ഒരു ചെറിയ അറിയിപ്പ്, ഒരു വണ്ടി നമ്പർ KL5EA 7075, അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ 7077, അത് മറ്റൊരു വണ്ടി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ബ്ലോക്കായി കിടക്കുന്നു, ഒന്ന് മാറ്റി കൊടുത്താൽ കൊള്ളാം. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം ഏറ്റവും അവസാനമാണ് നടക്കുന്നത്. ഈ ചിത്ര പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനം ആദരണീയനായ കാനായി കുഞ്ഞിരാമൻ സാറ് ഒരു ചിത്രത്തിന് തുടക്കം ഇട്ടുകൊണ്ട് അത് ആരംഭിക്കുകയാണ്.